റെഡ് ഫ്ലാഗ് ആണ്. എന്ത് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ റെഡ് ഫ്ലാഗ് ആയിട്ട് മോശമല്ലേ? ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അടിപൊളിയാണ്, പക്ഷെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ഞാൻ വെറും മൂശാട്ടയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എനിക്ക് ഭയങ്കര അറ്റൻഷൻ വേണം. ലൈക്ക് ഐ ആം ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. അപ്പൊ മറ്റേ പേഴ്സൺ എപ്പോഴും എന്റെ കാര്യം കേൾക്കാൻ വേണ്ടി അടിക്കണം. ഓ എനിക്കത് സംഭവിച്ചു, എനിക്കിത് സംഭവിച്ചു, എനിക്കിങ്ങനെ, എനിക്കങ്ങനെ, എനിക്ക് അതാ ഇതാന്നിങ്ങനെ. ആ അതെ അതെ. അപ്പൊ ഞാൻ മറ്റേ ആളുടെ വലിയ കാര്യത്തിൽ കേൾക്കത്തൊന്നുമില്ല. ആരും പറഞ്ഞു ഞാൻ പറയുന്ന ആർക്ക് കേൾക്കണം? താനാ കണ്ണാടി നോക്കി പറയണോ? എനിക്ക് ചെക്കന്മാർ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എന്താ വെച്ചപ്പോ നല്ല കാര്യമാണെങ്കിൽ എടി നീ അത് ചെയ്യ്, എങ്കിൽ ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വളർന്നു വന്നപ്പോ എനിക്ക് എന്താ ഞാൻ ഒരു ചെക്കൻ പറഞ്ഞാലും ജീവിതത്തിൽ കേൾക്കില്ല, നല്ലതാണെങ്കിൽ ഞാൻ കേൾക്കത്തില്ല എന്നുള്ള രീതി. No man tells me what to do, ല്ലേ? ആ അതിപ്പോ പക്ഷെ ഒരു പെങ്കൊച്ചാന്ന് പറഞ്ഞു ഞാൻ വലിപ്പത്തിനോടോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. Hey guys, welcome to the most underrated podcast in Malayalam. After Hours Malayalis. ഇന്ത്യയും മലയാളം എപ്പോഴും മാറിപ്പോവും. ഇതാണല്ലോ കേരളം. അതെ. സോ ഞങ്ങൾ എപ്പിസോഡില്, അതായത് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളെ പണ്ടത്തെ ഒരു പോഡ്കാസ്റ്റ് ഫ്രണ്ടും ഞങ്ങളുടെ ഒരു ഡിയർ സുഹൃത്തും അതേപോലെ ഞങ്ങളെ അവരുടെ പോഡ്കാസ്റ്റില് പണ്ടെങ്ങോ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ള ഒരുപാട് ചരിത്രമേറിയ ഒരു റീയൂണിയൻ പോലെയുള്ള ഒരു എപ്പിസോഡാണ്. സോ ഇന്ന് ഞങ്ങളെ കൂടെ മോഡലായിട്ടും പോഡ്കാസ്റ്റർ ആയിട്ടും സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള അഞ്ജലി ജയപ്രകാശ് ആണ് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അഞ്ജലിനെ പർപ്പിൾ എന്ന് വിളിക്കാനാണ് താല്പര്യം. ഞാൻ അഞ്ചിക്കോ എന്നൊക്കെയാണ് വിളിക്കാറ്. ഞാൻ അഞ്ച് എന്ന് വിളിക്കാറുള്ളൂ. ഓക്കെ അഞ്ജലി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഓ മലയാളത്താനും അത് നല്ലതാ. കാരണം കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങള് മറ്റേ പ്രാപ്തിന്റെ കൂടെ എപ്പിസോഡ് ചെയ്തപ്പോ പ്രാപ്തി എലിസബത്ത് ഫുൾ ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നിട്ട് ഞാന് എന്റെ ഉമ്മന്റെ കൂടെ കോൾ ചെയ്തപ്പോ ഉമ്മ എന്നോട് ദേഷ്യപ്പെട്ടു, നിങ്ങൾ ഈ മലയാളം പോഡ്കാസ്റ്റിൽ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കണവരുണ്ടെന്നാ ഞങ്ങൾ എന്ത് ചെയ്യും, സാധാരണക്കാരൻ എന്ത് ചെയ്യും? സത്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ആയാലും മലയാളം ചെയ്യരുത്. കാരണം ഒന്നല്ലെങ്കിൽ നമ്മൾ കുടുംബക്കാരല്ലേ. ഞാൻ ഇവരെ ഫ്രണ്ട്സ് എന്നല്ല ഞാൻ വിളിക്കുന്നത്, ഞാൻ കുടുംബക്കാരാണ്. ഞങ്ങൾ മലയാളം പോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി കുടുംബക്കാരാണ്. ഞങ്ങൾ കമ്മ്യൂണിറ്റി കൂട്ടിപ്പോയെങ്കിലും അതെ നമ്മള് പോഡ്കാസ്റ്റ് ഫാമിലി ഞങ്ങൾ എന്താ പറയാ വളരെ അടുത്ത് നെഞ്ചോട്. ശരിയാണ്. കാരണം ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയ ടൈമില് കുറെ പോഡ്കാസ്റ്റേഴ്സ് ഉള്ള കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അഞ്ജലിന്റെ കൂടെ മാത്രമാണ് ഇത്രയും കാലം ആ ബന്ധം നിലനിന്നു പോയത്. പിന്നെ റിസ്വാൻ റംസാനും എന്റെ സ്വഭാവത്തിന്റെ അതെ അത് തന്നെയായിരുന്നു. അതെ. പിന്നെ എങ്ങനെയുണ്ട് അഞ്ജലി കൊച്ചി ലൈഫ്? അഞ്ജലി വയനാട്ടുകാരിയാണ്. സുൽത്താൻ ബത്തേരിയിലാണ് അഞ്ജലി പഠിച്ചത്. ഇപ്പൊ അഞ്ജലി കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എങ്ങനെയുണ്ട് ആ ഒരു ഡിഫറൻസ്, ട്രാൻസിഷൻ, ആ ഒരു കോൺട്രാസ്റ്റ്? ഞാൻ പഠിച്ചത് കൊച്ചിയിലാണ്. സോറി, സുൽത്താൻ ബത്തേരിയാണ് വീട്. ഇതാണ് സെമീർ റിസർച്ച് ചെയ്താണ് പ്രശ്നം. വീട് സുൽത്താൻ ബത്തേരി. റിസർച്ച് ചെയ്യുമ്പോ മിനിമം എന്നോട് ചോദിക്കാനൊരു മര്യാദയെങ്കിലും വിക്കിപീഡിയ റിസർച്ച് ചെയ്ത പോലെ അവർക്ക് ഇവിടെ കിട്ടുന്ന റിസർച്ച് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഒരു മസിൽ മെമ്മറി ഉള്ള ഒരു സംഭവം കേട്ടു. നമ്മൾ പണ്ട് ചെയ്ത DMs ആണ്. അതെ. കൊച്ചി ലൈഫ് എന്ന് വെച്ചാൽ പണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് കൊച്ചി തന്നെ നിക്കണം, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യണം, ഇവിടെ തന്നെ ജീവിക്കണം എന്നൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിട്ടിയാൽ മതി എന്നുള്ളൂ. ഇവിടുത്തെ ഭയങ്കര ചൂടും പിന്നെ ആ റഷും അതൊക്കെ എനിക്ക് ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് വലിയൊരു ശരിയാവുന്നില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ്. അത് എത്ര വേനലാണെങ്കിലും അവിടെ തണുപ്പാണ്, നല്ല വായു. അക്കരപ്പച്ചല്ല, അവിടെ ആ പച്ച. അതെ. അപ്പൊ അന്ന് കൊച്ചിയിലേക്ക് വന്നപ്പോ എന്താണ് ഇത്ര അട്രാക്റ്റീവ് ആയി തോന്നിയത്? അട്രാക്റ്റീവ് ആയി തോന്നുന്നത് നമ്മളൊരു കാട്ടുമുക്കിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഓബിയസ്ലി പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ത്വര ഉണ്ടാകും.
അപ്പൊ നിങ്ങളിപ്പോ കാനഡയിൽ പോയപ്പോ ഞാൻ സമീറ പോലെ സായാനിപ്പോ കാനഡ പോയപ്പോ ഭയങ്കര ഇതായിരുന്നില്ലേ, എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ലേ? പക്ഷെ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാനഡ പോയിട്ട് ആദ്യമായിട്ടുള്ള ഒരാളെ കാനഡ നിന്നാ മതി. ശരിയാ. എന്താണ് അതിന്റെ ഒരു ഗുഡ് ആൻഡ് മനസ്സിലാവുന്നത്? കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പൊ 6 മാസമായി ഇവിടെ കാനഡയില്. അപ്പൊ ഞാൻ ഇപ്പോഴും ഒരു പുതിയ ഒരു ന്യൂബിയാണ് കാനഡയില്. അപ്പൊ എനിക്ക് ചിലപ്പോ ആ ഒരു ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ വിചാരിക്കുക. പക്ഷെ ഞാൻ ആൾക്കാരോട് എങ്ങനെയുണ്ട് കാനഡ, കാരണം ഞാൻ പൊതുവെ ഇവിടെ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അവരോട് ആദ്യം തന്നെ കോൺവെർസേഷൻ ഉണ്ടാ, ഹൗസ് കാനഡ സോ ഫാർ, അല്ലെങ്കിൽ ഹൗസ് കാനഡ ട്രീറ്റിംഗ് യു എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുമ്പോ ഇവരെപ്പോഴും ഭയങ്കര ഡിപ്രസിങ് റിപ്ലൈ ആണ്. കാനഡ എന്താ അങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്ന വെയ്യ ബ്രോ, മടുത്തു എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നണില്ല, എന്നെ സോഫാർ ഐ നോ മൈസെൽഫ്, എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇവിടെ അത്ര വേഗം മടുക്കുന്നുള്ളത്. പിന്നെ എന്റെ മുന്നിൽ ലിവിങ് എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് ഇവിടെ ബോറിംഗ് അതെ, ബോറിംഗ് എന്ന് പറയുന്നവർക്ക് ഒന്നെങ്കിൽ അവർക്ക് അത്രയും വർക്ക് ലൈഫിൽ അവരങ്ങ് മുങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ അറിയില്ല. ഇവിടെ എത്ര ഞാൻ സെമീറിനെ അങ്ങ് കാണിച്ചു കൊടുക്കായിരുന്നു ഇവിടെ ഉള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പൊ സെമീർ സ്വയം പര്യാപ്തനായി, സെമീർ തന്നെ എക്സ്പീരിയൻസസ് തേടി ഇൻഡിപെൻഡന്റ് ആയി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മണി മാറ്റേഴ്സ്. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും എല്ലാം ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണല്ലോ. ഇപ്പൊ സമീറിനാണ് ഇവിടെ വന്നപ്പോ സമീർ വാസ് നോട്ട് ഈവൻ കൺഫ്യൂസ്, കാരണം അവൻ അറിയാം എന്താ ചെയ്യേണ്ടത്, തയ്യാറുണ്ട്, ഹീസ് ഓൾറെഡി സെറ്റിൽ ചെയ്യണം. അപ്പൊ ഒത്തിരി ടെൻഷൻസ് ഇല്ല. പക്ഷെ എല്ലാരും അങ്ങനെ എല്ലാരും പിന്നെ ലോൺ എടുത്ത് വന്ന ആൾക്കാരുണ്ടാവും, അതും 20-30 lakhs ഒക്കെ. അപ്പൊ ചിലവർക്ക് മിക്കവാറും ആൾക്കാർക്ക് ചിലപ്പോ ജോബ് ഒന്നും പാർട്ട് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് സെറ്റിൽ ആക്കണം എന്നായിരിക്കുമല്ലോ. അപ്പൊ ഒരു പേഴ്സണൽ തോന്നുന്നു. അഞ്ജലിക്ക് സംഭവത്തിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടല്ലേ? കാരണം ഞാൻ നാട്ടിലായ ടൈമില് നമ്മള് ഒരു 2021 ഏർലി 2021 അഞ്ജലിന്റെ പോഡ്കാസ്റ്റില് ഗസ്റ്റ് ആയി ചെല്ലുന്നത്. ആ ടൈമിൽ അഞ്ജലിനോട് സംസാരിച്ചപ്പോ സ്ട്രിക്റ്റ് കോളേജാണ്, കോളേജിൽ ഞങ്ങൾ എങ്ങോട്ടും പുറത്തേക്ക് വിടില്ല, ആകെ ഒരു കൂട്ടിലിട്ട ജീവിതമാണ്. പക്ഷെ 2 years later ഫുൾ ഫ്രീഡം, ഫുൾ മാറി. ആ ഒരു ട്രജക്ടറി തന്നെ ഫുൾ മാറി. സോ ആ ഒരു ലൈഫ്, ഈ ഒരു ലൈഫിലോട്ടുള്ള ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഡിസ്കവറീസ് അല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമില് എനിക്ക് വലിയൊരു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്ന ടൈമിലാണ് ഇപ്പൊ പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് പാജൻസ് ഒക്കെ ചെയ്യണം എന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പോഴും എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിലേക്ക് ഒരു മോഡലിംഗ്, അല്ല ഞാൻ മോഡലിംഗ് എന്ന് വിചാരിച്ചിട്ടില്ല, പാജൻട്രി എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയുന്നൊരു കാര്യം കോളേജ് ഉണ്ട്, കോളേജിൽ പോകണം. അപ്പൊ എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പാരന്റ്സിനൊന്നും സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഡ്രീംസ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എനിക്ക് മനസ്സിലായി. അതെ, അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം. ലൈക്ക് കോളേജ് കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ അത്രയും ഇപ്പൊ നമ്മൾ ലോക്ക്ഡൌണിലൊക്കെ ഇരുന്ന സമയത്ത് ബാക്കി പിള്ളേര് ചില സമയത്ത് ലൈക്ക് ഈ ഇന്റർവ്യൂവിന്റെ ഒക്കെ ക്ലാസ്സസ് വരുമ്പോ അധികം ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഏത് ക്ലാസ്സിന് കയറിയില്ലെങ്കിൽ ഈ ക്ലാസ്സിന് കയറി. കാരണം എനിക്ക് ജോബ് വേണമായിരുന്നു. എനിക്ക് ഭയങ്കര ലൈക്ക് എനിക്ക് മനസ്സിലായി അതൊരു ഭയങ്കര നെസസിറ്റിയാണ്. അങ്ങനെ ജോബിന് കയറി. നമ്മൾ ജോബിന് കയറുമ്പോൾ തന്നെ കുറേയൊക്കെ പാരന്റ്സിന്റെ അടുത്തുനിന്നുള്ളൊരു ഇതങ്ങ് കുറയും. ലൈക്ക് അവരുടെ ലൈക്ക് എന്താന്നുള്ള ഒരു ഫുൾ ടൈം അവർ നമ്മളൊന്ന് പിടിച്ചു വെക്കില്ല. കുറെ അവർ ലൂസ് ആവും. ലൈക്ക് ദേ നോ ഹൗ ടു ഹാൻഡിൽ എന്നുള്ളൊരു ഒരു ഇൻഡിപെൻഡൻസ്, നമ്മള് സ്വയം പര്യാപ്തത നേടുകയാണ്. അത് ശരിയാട്ടോ. കാരണം ഞങ്ങളെ നാട്ടിലൊരു പയ്യണ്ടായിരുന്നു, അവന് 6 മണി കഴിഞ്ഞാല് അവന്റെ വീട്ടിൽ അവൻ വേണം. 6 മണിക്ക് ശേഷം അവന് വീട്ടിന്റെ പുറത്തൊന്നും കാണില്ല, ഞങ്ങളെ കൂടെ ഒന്നും മര്യാദക്ക് വരില്ല. പക്ഷെ ഇവനാണ്ട് ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കൂടെ ഉണ്ട് ഇപ്പൊ 9 മണി രാത്രി 10 മണിക്കൊക്കെ. ഇനി എന്താ? അപ്പൊ ഞങ്ങളെന്നോട് ചോദിച്ചു അഭിഷേക് എന്നാട്ടോ എന്റെ പേര്. അപ്പൊ നമ്മൾ ചോദിച്ചു എന്റെ വീട്ടില് സീനല്ലേ, എനിക്ക് പുറത്തിറങ്ങണൊക്കെ. അപ്പൊ ഇപ്പൊ അമ്മയും അച്ഛനൊന്നും ഒന്നും പറയാറില്ലടാ, സ്വന്തം പൈസ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്
അതെ 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 അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈക്ക് അവർക്ക് എപ്പോഴും അവര് നമുക്ക് പൈസ തരുമ്പോഴാണ് അവർക്കൊരു കൈൻഡ് ഓഫ് അവരെന്നല്ല ഇപ്പൊ ആരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഐ ഫെൽ ലൈക്ക് ഇഫ് വി ഓ സംവൺ സംതിങ്, അപ്പൊ അവര് പറയുന്നത് കേൾക്കാനുള്ളൊരു എന്താ പറയാ, നമുക്ക് അത് അവർക്ക് നമ്മളിൽ കുറച്ച് അതോറിറ്റി ഉള്ള പോലെ ഉണ്ടാകും. അതോറിറ്റി ഉള്ള പോലെ ഇല്ല, അവര് തരുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി പലതും ചെയ്ത് കൊടുക്കണ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതെ അതെ അതെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ ആ ഒരു ഇതങ്ങ് പോകും. പാരന്റ്സ് ആണെങ്കിലോ ഇപ്പൊ അവരുടെ പൈസ, ഇപ്പൊ ഞാൻ എന്താ വിചാരിക്കും, ഇപ്പൊ കോളേജ് ആകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യുമ്പോ വീട്ടുകാരുടെ പൈസ അല്ലേ അങ്ങനെ തോന്നല, തോന്നില്ല എന്റെ പൈസ അല്ലേ, മനസ്സിലൊരിത് വരില്ല. മറ്റേതയ്യോ എന്റെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ട് പൈസയൊക്കെ അയച്ച് ഞാൻ ഇങ്ങനെ ചെലവാക്കില്ല അങ്ങനെ തോന്നത്തില്ലേ, ഇത് പിന്നെ തോന്നില്ല. പട്ടി നടന്നാലും സ്വന്തം പൈസ കുറ്റബോധമില്ല. എനിക്ക് തോന്നുന്ന ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഇനിയിപ്പോ എത്ര ഒരു ടോക്സിക് മാരേജ് ആണെങ്കിലും ഡിവോഴ്സ് റേറ്റ് വളരെ കുറഞ്ഞിരുന്നത്. കാരണം ഈ വൈഫ്സും കാര്യങ്ങളൊക്കെ ഈ ഹസ്ബൻഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യലി ജീവിക്കുന്നത്. അപ്പൊ ഡിവോഴ്സ് ആയാലും ഇവർക്ക് പേടിയാ. അതായത് ഒന്ന് നമ്മളെ നാട്ടില് ഡിവോഴ്സ് ആയാലും കുടുംബക്കാരെന്നെ വീട്ടിൽ കയറ്റാനൊക്കെ ഒരു മടിയുള്ള പോലെയാ. എന്തിയാ ഡിവോഴ്സ് ആയത് അങ്ങനെ എങ്ങനെ, ഡിവോഴ്സ് ആയാലും മകളെ വീട്ടില് പിന്നെയും വളർത്തി കൊണ്ടുപോകാനൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ കൊച്ചിനെ എങ്ങനെ നോക്കുന്ന അതെ പൊതുവെ അപ്പം എന്ത് ചെയ്യും ഈ പെണ്ണിനിപ്പോ എത്ര ടോക്സിക് മാരേജ് ആണെങ്കിലും ഈ ഒരു ഫാക്ടർ കൊണ്ട് അങ്ങ് സഹിച്ചു നിൽക്കും ആ മാരേജ് ലൈഫില്, അല്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ ആൾക്കാര് കുറെ ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് വെൻ ദ മാരേജ് ഈസ് ലൈക്ക് ഗെറ്റിംഗ് ട്രബിൾഡ് അവര് വേഗം ഡിവോഴ്സും കാര്യമായിട്ട് മൂവ് ചെയ്യാം. അല്ല എപ്പോഴും നമ്മളെ നാട്ടില് വേഗം തന്നെ, വേഗം എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ്. ഇവിടെ എനിക്കൊരു കനേഡിയൻ ലാൻഡ് ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചി. അപ്പൊ മൂപ്പരോട് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കാം. അപ്പൊ മൂപ്പര് എന്നോട് ഇങ്ങനെ ഞാൻ ചോദിച്ചു, മൂപ്പര് റിട്ടയർഡ് ആണ്. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു ഓക്കെ നിങ്ങൾക്ക് എന്തായിരുന്നു പണി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മൂപ്പര് ഞാൻ അങ്ങനെ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യായിരുന്നു, എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇത്ര വർഷം ഈ കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് മൂപ്പര് എന്നോട് പറഞ്ഞേ ദെൻ ഐ വെന്റ് ത്രൂ വാട്ട് എവ്രി വൺ ഗോസ് ത്രൂ എന്ന്. അപ്പൊ ഞാൻ മനസ്സിൽ ക്യാൻസറോ അല്ലെങ്കിൽ വല്ല അസുഖം വന്നോ അങ്ങനെ അങ്ങനെ. എന്നിട്ട് അപ്പൊ ഞാൻ അങ്ങനെ വാട്ട് ഹാപ്പൻ എന്ന് വെച്ചാൽ യു നോ ഡിവോഴ്സ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ വാട്ട് എവ്രി വൺ ഗോസ് ത്രൂ എന്നുള്ള ഒരു സംഭവമായിട്ടാണ് ഡിവോഴ്സിനെ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാരും ഡിവോഴ്സ്ഡ് ആണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ നമ്മുടെ നാട്ടിലും ലൈക്ക് ദ ഡിവോഴ്സ് റേറ്റ്സ് ഈസ് ലൈക്ക് റിയലി ഹൈ. അത് എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ. പക്ഷെ എനിക്ക് തോന്നിട്ടില്ല അത് ഒരു കണക്കിന് നല്ലൊരു കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറേയും എന്താ പറയാ ഡിവോഴ്സ് ഇത്രയും നോർമലൈസ് ചെയ്തിരുന്ന ഒരു വട്ടം പോലും നമ്മൾ ചിന്തിക്കാതെ എടുത്തു ചാടി ഇപ്പൊ ഡിവോഴ്സസ് ഒത്തിരി വരുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താ പറയുക ടു സൈഡഡ് കോയിൻ പോലെ, നമുക്ക് ഒരിക്കലും കുറ്റം പറയാനും പറ്റത്തില്ല. പിന്നെ ഡിവോഴ്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ. എന്താ പറയാ ഇപ്പൊ രണ്ടുപേരും ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാനാണല്ലോ നല്ലത്. അതല്ല കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആകുക. കുട്ടികളുടെ വളർച്ചയും അവരെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, മെന്റൽ ഹെൽത്ത്. ശരിയാ. പിന്നെ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് അടി കൂടുന്നതിനെക്കാട്ടും നല്ലതാണ് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് സമാധാനത്തോടെ പോകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, ഞാന് സയാനോട് ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോ വന്ന കോൺവെർസേഷൻ ആയിരുന്നു. അതായത് ഇപ്പം രണ്ട് പേരൻസ് അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷെ അവര് മക്കളുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്പോയിൽ ആവണ്ടെന്ന് കരുതി രണ്ടുപേരും ഒരു വീട്ടില് അധികം ബന്ധമില്ലാതെ താമസിച്ച് പോകുന്നതാണോ അതോ ഡിവോഴ്സ് ആയി സെപ്പറേറ്റഡ് വേസിൽ പോകുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചിരുന്നു ഞാൻ സയാനോട്. എന്താണ് അഞ്ജലിന്റെ ഒരു ഉത്തരത്തില്? എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്ത്യൻസ് കുറച്ചും കൂടെ കുട്ടികളുടെ ഭാഗത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾ ഒരു ഇൻഡിവിജ്വൽ ആണ്, പക്ഷെ ഈ പാരന്റ് ഒരു ഇൻഡിവിജ്വൽ ആണ്. ഒരു കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കുട്ടിക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ ഒരു അമ്മയ്ക്കും അച്ഛനും ഇല്ല. എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം കുറച്ച് കഴിയുമ്പോൾ കുട്ടീന്റെ പാട്ടിന് എന്താണെങ്കിലും പോകും. പിന്നെ ഇവരുടെ ബാക്കിയുള്ള ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ഇല്ലാതെ ആയി പോകുന്നതിനെക്കാട്ടും എപ്പോഴും നല്ലത്
എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് ചെയ്യേണ്ട സ്ഥലത്ത് ഡിവോഴ്സ് ചെയ്യണം. ഒരു 2 പാരന്റും ഉണ്ടായിട്ട് ഒരു നല്ലൊരു കുട്ടിയിലും നല്ലൊരു പേഴ്സൺ ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. എന്ന് വെച്ചാൽ നല്ലൊരു പാരന്റ് ആയാൽ മതി. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ചൈൽഡ് നീഡ്സ് ഫാദർ ആൻഡ് മദർ. കുറെയൊക്കെ നമ്മൾ 2 പാർട്ടിൽ നിന്ന് ചിന്തിക്കണം. കുട്ടിയുടെ പാട്ടൊന്നും ചിന്തിക്കണം, ഈ അമ്മേന്റെ പാട്ടും ചിന്തിക്കണം. എല്ലാവരും സൊസൈറ്റി ഈസ് ഓൾ ലൈക്ക് അയ്യോ കുട്ടി അങ്ങനെയല്ലേ, കുട്ടി ഇങ്ങനെയല്ലേ. വാട്ട് അബൌട്ട് ദാറ്റ് മദർ ആൻഡ് ഫാദർ? അവർക്കൊരു ലൈഫ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആരും ഇവിടെ ചിന്തിക്കുന്നില്ല. അതെ അതെ, ജീവിതം എങ്ങനെ തീർക്കുന്നതാണ്. അപ്പോ എനിക്ക് തോന്നുന്നില്ല അവരും അവരുടെ ജീവിതത്തില് സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സന്തോഷം ആഗ്രഹിക്കാത്തത്. അല്ല ശരിയാണ്. എന്താ കുട്ടികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ സോഷ്യൽ സ്റ്റിഗ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പൊതുവെ കുറച്ചും കൂടെ പാരന്റ്സിന്റെ സ്ഥാനത്ത് കുട്ടികൾ എന്താ ഇപ്പൊ പ്രത്യേകിച്ച് ഫാദർ ആൻഡ് മദർ അവരവരുടെ ഫാമിലിക്ക് വേണ്ടി അങ്ങനെ ചാവണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ ഒരു കൾച്ചർ ഉള്ളത്. ബട്ട് ഇപ്പൊ നിങ്ങൾ കാനഡയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിള്ളേരെ വഴിക്കുന്ന വീടും എന്നിട്ട് അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യും. അതല്ലേ വേണ്ടത്. മെയിൻ ആയിട്ട് കൾച്ചറൽ ഡിഫറൻസസ് ആണ്. എന്നിട്ട് കാരണം എന്താ വെച്ചപ്പം അഞ്ചു പറഞ്ഞല്ലോ, ആൾക്കാര് കുട്ടികളെ വഴിക്ക് വിടുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. കുട്ടികൾ വളർന്ന് വലുതായിട്ട് നമ്മുടെ പേരൻസിന്റെ റിട്ടയർമെന്റ് പ്ലാൻ എന്താന്ന് വെച്ചാൽ മക്കള് പേരൻസിനെ നോക്കും എന്നാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനേ ഇല്ല. പിന്നെ ഒരു 16 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പൊ ഒരു 18 വയസ്സാകുമ്പോഴേക്ക് അവർ അഡൾട്ടായി. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളുടെ നാട്ടിലെ റിട്ടയർമെന്റ് പ്ലാൻ മക്കളാകുന്നുള്ളത് കൊണ്ട് മക്കളുടെ സന്തോഷം അല്ലെങ്കിൽ മക്കള് എന്താ നല്ല രീതിയിലാണ് മക്കളെ നോക്കണം എന്നൊക്കെ ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും പോരാഞ്ഞിട്ട് ഈ ഫോറിനേഴ്സ് ഒക്കെ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻസ് ആണ് തീരെ ട്രാവൽ ചെയ്യാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒത്തിരി കുട്ടികൾ കാനഡയിലേക്കൊക്കെ പോയിട്ടില്ലേ, കുറെ പേര് പോയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനും എന്റെ അടിയത്തെ വീട്ടിൽ നിന്ന് പോയപ്പോ അച്ഛനും അമ്മയ്ക്ക് സിനിമയ്ക്കൊക്കെ പോവാൻ തുടങ്ങി ഒരുമിച്ച്. അതൊന്നും ഇതുവരെ ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ച പാരന്റ്സ് ആദ്യമായിട്ട് അവര് സിനിമയ്ക്ക് ഒരുമിച്ച് പോവാ, അവര് ട്രിപ്പ് ഒരുമിച്ച് പോവാ. അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേഞ്ചിങ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു കാര്യം മാറത്തൊന്നുമില്ല, പക്ഷെ മാറുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫാമിലി ഓറിയന്റഡ് സൊസൈറ്റി. ഇവിടെ കാനഡ എന്ന് പറഞ്ഞാൽ തീരെ ഫാമിലി ഓറിയന്റഡ് സൊസൈറ്റി. അപ്പൊ ഞാൻ 2 കോൺട്രാസ്റ്റും കണ്ടിട്ടുണ്ട്. അതിൽ ഏതാ ശരിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടും ഭയങ്കര എക്സ്ട്രീമാണ്. എപ്പോഴും എക്സ്ട്രീംസ് എപ്പോഴും ശരിയാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതിന്ന് നമ്മളൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മക്കൾക്ക് മക്കളേതായ ഫ്രീഡം, നമ്മളേതായ സന്തോഷങ്ങളും കണ്ടുപിടിച്ച് അതേപോലെ തന്നെ നമ്മൾ ഫാമിലിയും റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ബെസ്റ്റ് ഒപ്റ്റിമൽ ഔട്ട്കം വരാറ്. അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ വയസ്സായി കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സാരല്ല, കുറച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടാവണമൊക്കെ നല്ലതാണ്. കുറച്ച് കേൾക്കേണ്ടി വരും, കുറച്ച് പ്രശ്നങ്ങളും നിലവിലൊക്കെ ഉണ്ടാകും. പ്രായമായിട്ട് നമ്മളാരും ഒറ്റപ്പെടലിന്റെ ഒരു സമയം വരുമ്പോ നമുക്ക് ആൾക്കാരുണ്ടാവും അറ്റ്ലീസ്റ്റ്. പക്ഷെ അതും ഈ ഒരു എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്ത് നമ്മളെ യങ് ലൈഫ് നമ്മള് തീർക്കണം. അതെ അതെ അതെ. അങ്ങനെ നമ്മൾ കിടക്കുന്ന സമയത്ത് ലൈക്ക് വി നീഡ് പീപ്പിൾ. കിടക്കുന്ന സമയത്ത് നമുക്ക് അവരെ വളരെ അത്യാവശ്യമാണ്. ബട്ട് നമ്മള് ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതിലൊന്നും ഇല്ലാതെ പിന്നെ മരിക്കാൻ കിടക്കുമ്പോ ആൾക്കാർ നോക്കിയിട്ട് എന്താ കാര്യം? ഇറ്റ് വിൽ ബി ലൈക്ക് ശൂന്യത. അതെ, ലൈഫിൽ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് പറയുന്നത് ചെയ്ത കാര്യങ്ങളല്ല, ചെയ്യാത്ത കാര്യങ്ങളാണ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ ഇങ്ങനെ ഒത്തിരി ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ലൈഫില് നമ്മള് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ അങ്ങനെ നമ്മുടെ മൈൻഡിൽ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഇഷ്യൂ ആണ്. കാരണം ഇപ്പൊ എന്റെ കാര്യത്തില് എന്റെ കേസില് ദിസ് ഇസ് വെരി പേഴ്സണൽ, ഇത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്റെ കേസില് പോഡ്കാസ്റ്റ് ആരും കേൾക്കാറില്ല. കോളേജ് കഴിഞ്ഞ പാടെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് വന്നു. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഭയങ്കര ഫീലിംഗ് വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഡൈ.
ലൈക്ക് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചുറ്റും നോക്കുമ്പോ എന്റെ ചുറ്റിരിക്കുന്ന ആൾക്കാരെല്ലാരും ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെയാണ്. ഇപ്പൊ എന്റെ പാരന്റ്സ് ആണെങ്കിലും എന്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാവരും ഒരേപോലെയാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് ആകെ ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു, ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ലൈക്ക് ഹൗ ദേ ലിവ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ എനിക്കത് വെച്ചാൽ ഭയങ്കര ഒരു ത്വരയായിരുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു വാശിയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണ്ടേന്ന് അറിയില്ല. ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പോയി ട്രൈ ചെയ്യുന്ന അവസ്ഥ, അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് പോയി ട്രൈ ചെയ്യുന്ന അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആരൊക്കെ എന്തൊക്കെ ഷൂട്ടിന് വിളിച്ചാലും പോകും. അങ്ങനെ എൻ്റെ തന്നെ ബോഡി താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു ടൈം ദുൽഖറിനെ കണ്ടേ? അയ്യോ അങ്ങനൊന്നല്ല, അതൊക്കെ ഭയങ്കര കുടുംബാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനല്ല. ദുൽഖറിനോട് ആഡ് ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ദുൽഖറിനെ കണ്ടുപോയിട്ട് ഞാൻ ഒരു മീറ്റ് ചെയ്തോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓടി ഒത്തിരി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് എന്ത് വന്നാലും ഭയങ്കര ഈ മോഡലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കമ്പാരിസൺ വരും ഒരാളുമായിട്ട്. നമ്മൾ ഈസിയായിട്ട് റീപ്ലേസബിൾ ആവും. അപ്പൊ നമുക്ക് എവിടെ ചെന്നാലും ഇപ്പോ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ലൈക്ക് എന്താ പറയാ, എന്റെ അത് പോരാ ഇത് പോരാന്ന് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അവസാനം എനിക്ക് ആൻസൈറ്റി ഡിസോർഡർ ആയി. പിന്നെ ADHD ആൻസൈറ്റി ഡിസോർഡർ ആയി. ലൈക്ക് എനിക്കൊരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്ത് വന്നാലൊരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഞാനിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു നോക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഫുഡിന്റെ ഒരു സന്തോഷം അത് കഴിഞ്ഞ് അത് പോകും. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ലൈഫിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോവും, ഇല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആവില്ല, അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ചിന്ത വന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി ഡിസോർഡർ വരാൻ തുടങ്ങി. അവസാനം അത് അതിൻ്റെ വൻ അവസ്ഥയിലായപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. ഈ ADHD എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ട് റൂം വൃത്തിയാക്കുക ഇതായിരുന്നു എൻ്റെ പണി. പക്ഷെ എനിക്കിങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് പിന്നെ അവസാനം ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ അവര് ടാബ്ലറ്റ് തന്നപ്പോ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇത് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്ത പിന്നെ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ എന്ന് ഭയങ്കര ഒരു പേടിയായി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ എന്താണ് ഡോക്ടറിനോട് ആദ്യം എന്താ പറഞ്ഞത്? ഡോക്ടർ എങ്ങനെയാണിത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തത് എങ്ങനെയാ? അവരെന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കാണോ ചെയ്യാ? ഒരു ഫോം ഫിൽ ഔട്ട് ചെയ്യാനാണോ പറയാ? തെറപ്പിസ്റ്റിന്റെ അടുത്താണോ പോവാ? നമ്മൾ ആദ്യം അവർ ചോദിക്കും നമ്മളോട് എന്താ പ്രശ്നം എന്ന്. ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ എന്തിൽ കൂടിയാണ് ഗോ ത്രൂ ചെയ്യുന്നത് മനസ്സിലാകാത്തപ്പോഴാണ് ഈ ഒരു സൈക്കോളജിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ തെറാപ്പിസ്റ്റ് നമ്മളോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരിക. എന്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നില്ല. എനിക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ആൻസൈറ്റി വരുന്നത്, ഇതെന്താണ് ട്രിഗർ ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ മാക്സിമം ഇത് സ്വന്തം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ് നമുക്ക് നല്ലത്. ഈ ഗുളികനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു, ബട്ട് സ്റ്റിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് തരുക ചെയ്തത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ചില ടൈമിൽ മാത്രം ഞാൻ അത് യൂസ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ ലൈക്ക് ഞാൻ കുറേയൊക്കെ ഈ മോഡലിങ്ങിന്റെ ഒരു കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു മീൻസ് ഫസ്റ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി മസ്റ്റ് നോ എ ലിമിറ്റേഷൻ ആണ്. സാധാരണ എല്ലാവരും നമ്മളോട് ചെറുപ്പം തൊട്ടേ പറയുന്നൊരു കാര്യം, നമ്മുടെ ഡ്രീംസിന് ലിമിറ്റ് ഇല്ല, നമ്മൾ വിചാരിച്ച നമുക്ക് എന്തു വേണമെങ്കിൽ സാധിക്കും. അതാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തരം. അത് മോഡലിങ്ങിന്റെ ഒരു കേസ് പറയുമ്പോൾ അത് വൻ അബദ്ധമാണ്. കാരണം ഇപ്പൊ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ ഓരോരുത്തർക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്ടാണ്, എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല, 5'4" ഉള്ളൂ. പിന്നെ ഒരു 160 to 163 അത്രയും.
പിന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് നല്ല ഹൈറ്റ് അല്ലേ? മോഡലിംഗ് കരിയർ വെച്ച് നോക്കുമ്പോ ആ ഹൈറ്റ് ഭയങ്കര ഇതാണ്. ഓക്കെ, മോഡലിംഗ് 175 ഒക്കെയാണ് ലേഡീസ് മിനിമം, ഐ ഗസ്. അതെ, മിനിമം ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫേസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഒരു റീജിയണൽ ഫേസ് ആണ്. കുറച്ചും കൂടെ എന്താ പറയുക, വലിയൊരു യുണീക് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ആണ്. ലൈക്ക് ഇപ്പൊ നമുക്കൊരു നാഷണൽ എന്താ അഞ്ജലി യുണീക് ഫീച്ചർ അല്ല, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ ഫുൾ കേക്ക്, ഇത് കുറച്ച് സത്യങ്ങളാണ്. യുനോ ഈ മോഡലിംഗ് ഇൻഡസ്ട്രി നമ്മളിപ്പോ ഫൈൻ, നമ്മള് പറയുന്ന ഒരു മനുഷ്യന്മാരെ POVയിലാണ്, പറയുന്ന ഒരു മോഡലിംഗ് POVയിലാണ്. ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞൊരു മോഡല് ഇപ്പോ എനിക്കൊരു ഭയങ്കരമായ ഒരു ഇന്റർനാഷണൽ ലെവലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ ചില സമയം നടക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു നാഷണൽ മോഡൽ, എനിക്കറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. ലൈക്ക് അവരൊരു ചിലപ്പോൾ 5.8 എബോവ് ആയിരിക്കും, അവരുടെ നല്ല ലീൻ ആയിട്ടുള്ള ബോഡി ആയിരിക്കും, അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര യുണീക്ക് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ യു ഫീൽ ലൈക്ക് വാവ്, അത് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു എന്നെ മെന്റർ ചെയ്ത് മാനസി, ലൈക്ക് ഒത്തിരി മലയാളീസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ട്, നമുക്ക് അറിയില്ലാന്നേ ഉള്ളൂ. മാനസി എന്ന് പറഞ്ഞപ്പോ ഒരു ചേച്ചിയുണ്ട്, എന്നെ മെന്റർ ചെയ്ത പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി നാഷണൽ ലെവലൊക്കെ ഒത്തിരി എന്താ പറയാ, ഒത്തിരി നല്ല നല്ല ആഡ്സും കാര്യങ്ങളൊക്കെ, വെരി അമേസിങ്, ശരിക്കും ഭയങ്കര അമേസിങ് ആണ്. ഓ, മറ്റേ അണ്ണനെ ഓർമ്മയായി, അമേസിങ്. നീ ഫ്ലോ കളയല്ലേ? നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് കൂടുതൽ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള മോഡലിംഗ് ഇതൊക്കെയാണ്. ജ്വല്ലറീസ്, അത് പിന്നെ ഹൈറ്റിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലത്തെ അഡ്വർടൈസ്മെന്റ്സ്, അതൊക്കെ ആണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. ലൈക്ക് അതിലാണ് നമ്മൾ സ്യൂട്ട് ആവുന്നത്. ഇപ്പൊ ഏതൊരു ജോലിക്കും ഇടപ്പോ നമ്മൾ മിലിറ്ററിയിൽ ചേരുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ വേണം. ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ഇതാക്കണം. അതേപോലെ തന്നെയാണ് മോഡലിംഗിലും ഉള്ളത്. ലൈക്ക് അവർക്ക് വേണ്ടതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിന് ഒപ്പം നിൽക്കുന്നവരെ മാത്രമേ അവര് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ അയ്യോ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാല് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഈ ഫീൽഡിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൈറ്റ് വെച്ചോ നമ്മുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് എവിടെയാണോ നമുക്കൊരു ഹൈപ്പ് കിട്ടുന്നത് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ കൂടുതൽ ഷൂട്ട്സും വർക്ക്സും അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത് നമ്മൾ ആ രീതിയിലൊരു മോഡലായി മാറി. അല്ലെങ്കിൽ എനിക്ക് വേറെ മോഡൽ നോക്കിയിട്ട് ആ മോഡലിനെ പോലെ ആവുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും, എനിക്ക് എന്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അവർക്ക് യുണീക് റോൾസ് ഉണ്ട്, യുണീക് ടൈപ്പ് ഓഫ് മോഡലിംഗ്. അതൊരു പുതിയ അറിവാണ്. മോഡലിംഗില് നമ്മള് ഈ കാറ്റഗറി തിരിച്ചറിഞ്ഞിട്ട് നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, നമ്മുടെ കരിയറിലും ഗ്രോത്ത് ഉണ്ടാവും. മറ്റേതെങ്കിലും ഫുൾ റിജക്ഷൻ കിട്ടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തന്നെ പെട്ടെന്ന് കുറയും. ലൈക്ക് അപ്പൊ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക, നമ്മുടെ ലിമിറ്റേഷൻസും മനസ്സിലാക്കണം, നമ്മുടെ പോസിറ്റീവ് പോയിന്റ്സ് മനസ്സിലാക്കണം. അപ്പൊ അത് വെച്ചിട്ട് എവിടെയാണാവോ നമുക്ക് നമ്മൾ എന്താ പറയാ, നമ്മൾ കുഴിക്കേണ്ട സ്ഥലത്ത് കുഴിക്കണം, അല്ലാതെ കണ്ട സ്ഥലത്ത് പോയി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു SWOT അനാലിസിസ് നടത്തണം. നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പം മിലിറ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, മിലിറ്ററിക്ക് ഇത്ര ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഇങ്ങനെ ഒരു കാര്യം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇത്ര വെയിറ്റ് ഉള്ള സാധനങ്ങൾ താങ്ങേണ്ടി വരും, നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അവർ ചെക്ക് ചെയ്യാണ്. അങ്ങനെ അപ്പൊ അതിനൊരു യൂട്ടിലിറ്റി ഉണ്ട്. പക്ഷെ മോഡലിംഗില് അങ്ങനെ എന്താണ് ഉള്ളത്? ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫേസ് ആണ് വിചാരിച്ചപ്പോ എന്താണ് നിങ്ങൾ അത്രയും വലിയ മണ്ടത്തരം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പറയരുത്. അതെ, നമ്മൾ ഇപ്പൊ പോട്ടെ, ഒരു ഹൈറ്റ് ഉള്ള ഒരു പേഴ്സണും ഒരു ഹൈറ്റ് ഇല്ലാത്തൊരു പേഴ്സണും നമ്മുടെ നടുക്ക് കൂടെ നടക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റേജ് പ്രസൻസ് തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു ഹൈറ്റുള്ള പേഴ്സണിൽ ഒരു എടുപ്പ് ഒരിക്കലും ഹൈറ്റ് ഇല്ലാത്തൊരു പേഴ്സണെ കിട്ടാന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ്. പിന്നെ മോഡലിംഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പോസ് മാത്രമല്ല ഉള്ളൂ, അതിൻ്റെതായിട്ടുള്ള ഓരോരോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് പ്രിറ്റി.
ഇറ്റ്സ് മോർ അബൌട്ട് ബീങ് ഡിഫറെന്റ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പോസസിന്റെ വ്യത്യാസം, പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷന്റെ വ്യത്യാസം, നോട്ട് എവ്രി വൺ ക്യാൻ ഡു ദാറ്റ്. മനസ്സിലായി? ഇപ്പൊ മേ ബി ഒരു ചെറിയ സ്മിർക്കൊക്കെ ആയിരിക്കും, അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ വാല്യൂ കിട്ടും, അതിന്റെ റെമ്യൂണറേഷൻ കിട്ടും. അപ്പോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ പേഴ്സൺ അത്രയും അപ്ഡേറ്റഡ് ആവണം. ഞാൻ അത്രയ്ക്കും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് എന്റെ ബോഡി അതുപോലെ ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ അപ്ഡേറ്റഡ് ആകണം. ഇപ്പൊ ഞാനൊരു പ്ലസ് സൈസ് മോഡൽ ആണെങ്കിലും ഇപ്പോഴത്തെ സിനാരിയോയിൽ ഓക്കെ ആണ്, ബട്ട് ഐ മസ്റ്റ് ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്. ലൈക്ക് എന്റെ പോസസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ എക്സ്പ്രഷൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഐ മസ്റ്റ് ബി റിയലി ഗുഡ് അറ്റ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിലൊക്കെ ഒരു കാര്യമുണ്ട്. ലൈക്ക് എന്താ പറയുക, അയ്യോ എന്നെ അടിച്ചില്ലല്ലോ ഇത്ര നന്നായിട്ട് എന്നൊക്കെ. ആദ്യം നമ്മൾ ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മൾ അതിന്റെ ബെസ്റ്റ് കൊടുക്കണം. ലൈക്ക് ഇപ്പൊ മോഡലിംഗ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു എമൗണ്ട് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഇത്രയും എമൗണ്ട് മുടക്കി ഒരു ക്ലയന്റ് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ എക്സ്പെക്ടേഷനോ അനുസരിച്ച് എന്തായാലും പോകണ്ടേ? ലൈക്ക് അത്രയും പൈസ. അല്ലാതെ ഇപ്പൊ നമ്മള് എന്താ പറയാ ബോഡി അത്രയും മെയിൻറ്റെയിൻ ചെയ്യില്ല. ലൈക്ക് അതുകൊണ്ടാണല്ലോ ബാക്കി ആൾക്കാരുടെ മോഡൽസ് നമ്മൾ അത്രയ്ക്ക് വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും മോഡൽസ് ആവത്തില്ലേ? ആ ഒരു വ്യത്യാസം അവരതിലിടുന്ന ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ഈ നാഷണൽ മോഡൽസ് ഒക്കെ അതിലിടുന്നൊരു എഫേർട്ട് ഉണ്ട്. അത് ഭയങ്കര വലിയൊരു എഫേർട്ടാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും അത്രയും വലിയൊരു എഫേർട്ട് ഇട്ട് ലീൻ ആവാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഈ മടിയില്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് ജിമ്മിലൊക്കെ പോയിട്ട് പിന്നെ അവർക്ക് അത്രയും വലിയൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് അത്രയും എമൗണ്ട് കിട്ടുന്നതിൽ എനിക്കൊരിക്കലും മോശം എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ജിമ്മിലൊക്കെ പോകുന്ന കണ്ടല്ലോ 2 ദിവസം. ഞാൻ ചോദിച്ചു കഴിയുന്ന പണിക്ക് വല്ലതും പോയാ പോലെ. അതായത് ഇവളിട്ട സ്റ്റോറിയില് ഇവള് വർക്ക്ഔട്ട് ചെയ്യുന്നത്, എന്നിട്ട് ക്ലോസ് ഫ്രണ്ട്സിലിട്ട സ്റ്റോറിയിൽ ഇവിടെ ചത്ത് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു വർക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോറി ഇട്ടിട്ടില്ല. ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോറി ഇടാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ജിമ്മിൽ പോകുന്ന ഒരു പേഴ്സൺ അല്ല. ഞാൻ ഇതുവരെ ഇട്ടില്ല. ആ ക്ലോസ് ഫ്രണ്ട്സിൽ ഇട്ടത് ജിമ്മിൽ ആദ്യത്തെ ദിവസം പോയി ഞാൻ വായി വിളിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല ഞാൻ പറഞ്ഞ ആർക്ക് വേണമെങ്കിൽ മോഡലാവാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്താ പറയാ. പക്ഷെ നമ്മൾ അത്രയ്ക്കും അടിപൊളിയായിരിക്കണം. ലൈക്ക് നമ്മൾ തന്നെ നമ്മളെ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആക്കി എടുക്കണം. അത്ര ഞാൻ പറഞ്ഞു. ഇന്ന ആൾക്കെ മോഡലിംഗ് ചെയ്യാൻ പറ്റണമെന്നില്ല, ആർക്ക് വേണമെങ്കിൽ മോഡൽ ചെയ്യാം. ബട്ട് ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നമുക്ക് തന്നെ തോന്നണം ഇതിൽ കൂടുതൽ നമുക്ക് നന്നാവാനില്ല. അവിടെയാണ് ശരിക്കും എനിക്കെന്താ പറയാ മനസ്സിലായ പഞ്ചി പറഞ്ഞെന്ന്. അതായത് നമ്മൾ ഒരു ഔട്ട്സൈഡറിന് ഈ മോഡൽസ് ഒക്കെ റൺവേയിൽ നടക്കുന്നൊക്കെ കാണുമ്പോ നമുക്ക് ഇതെല്ലാം സെയിം ആയി തോന്നും, ജസ്റ്റ് ഡിഫറെന്റ് പീപ്പിൾ എന്ന് തോന്നും. പക്ഷെ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്ക് നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇപ്പൊ പറഞ്ഞ പോലെ ചിരി, സ്മോൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ ശ്രദ്ധിക്കും. അപ്പൊ അവർക്ക് അത് വലിയ വലിയ ഡിഫറൻസസ് ആയി തോന്നും. ബട്ട് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇവരെല്ലാരും ഒരേ കാര്യമല്ലേ ചെയ്യുന്നത്. ഇതിലിപ്പോ ഇത്ര സ്കിൽ ഇത്ര ടാലന്റ് വേണം. ഈ മിന്ത്രയുടെ ഇ കൊമേഴ്സ് ഷൂട്ട് ഉണ്ട്. ഈ മിന്ത്രയുടെ ഇ കൊമേഴ്സ് ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മിനിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡല് ഒരു 4-5 ഡ്രസ്സെങ്കിലും മാറ്റേണ്ടി വരും മിനിമം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഓരോ ക്ലിക്കിലും ഓരോരോ പോസസ് മാറ്റണം. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓരോ മിനിറ്റിലും ക്ലിക്ക് വെച്ചിട്ട് ഈ പോസ് മാറുമ്പോൾ ആ പോസസിന് അത്രയും വൃത്തി വേണം, അത്രയും ഒരു എന്താ പറയാ കിട്ടുമ്പോ വൃത്തി വേണം. അതും കൊണ്ടാണ് അവരൊക്കെ എടുത്ത് അത്രയ്ക്ക് എമൗണ്ടിലേക്ക് എത്ര പൈസ കൊടുത്താലും ആ മോഡലിനെ തന്നെ വേണമെന്ന് അവർ പറയുന്നത്. അവർക്ക് ആ ക്വാളിറ്റി കിട്ടും. ഇവരുടെ ഇടുന്ന ഒരു ക്വാളിറ്റി കിട്ടുന്നത് കൊണ്ടാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അഞ്ജലി ഈ അടുത്ത് സ്റ്റാൻഡപ്പ് കോമഡിയിലോട്ടൊക്കെ കാല് എടുത്തു വെച്ചായിരുന്നു. അത് 1-2 സ്ഥലത്ത് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്തായിരുന്നു. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെ, അതിന്റെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഞാൻ അഞ്ജലിനെ ആദ്യം പരിചയപ്പെട്ടപ്പോ അഞ്ജലി എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് സ്റ്റാൻഡപ്പ് കൊമീഡിയൻ ആകണം എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം സ്റ്റാൻഡപ്പ് കൊമീഡിയൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഒരാള് അസ്പയറിംഗ് ഡ്രീമായി വെക്കാത്ത ആൾക്കാർ, എസ്പെഷ്യലി ഒരു പെൺകുട്ടി. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവള് സ്വന്തമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഏതൊരു സെറ്റൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒരു വെൽവിഷർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോഴും എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ എന്താ വെച്ചാൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയാ മോഡലിങ്ങിനെക്കാട്ടും ടഫാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ.
മോഡലിങ്ങിനെക്കാട്ടും ടഫാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ മോഡലിംഗിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് റിജക്ട് ആയി എന്നേ ഉള്ളൂ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടില്ല. പക്ഷെ മര്യാദക്ക് പോയില്ലെങ്കിൽ അവിടെ കിടന്ന് നാണം കെട്ട് ഇതാക്കേണ്ടി വരും. അയ്യോ കൊറച്ചൊന്നും പോരാ മോനെ, അത് നല്ല തൊലിക്കെട്ടി വേണം. അതിൽ നമ്മൾ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതണം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എനിക്ക് ഒന്നാമെന്ന് വെച്ചാൽ എനിക്ക് കോപ്പി അടിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒത്തന്റിക് സാധനം, കാരണം ഇപ്പൊ ചില സമയത്ത് ഏതെങ്കിലും ഒരു കൊമേഡിയൻ ഒരു തമാശ പറഞ്ഞു, ചിലപ്പോ ആ തമാശ ആയിരിക്കില്ല ഞാൻ പറയുമ്പോ ആൾക്കാർക്ക് തമാശയായിട്ട് ഫീൽ ചെയ്യാം. വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരും ഓരോ ചിലവർ അവരുടെ വോയിസ് വെച്ച് തമാശ പറയും, ചിലവർ അവരുടെ വേർഡ്സ് വെച്ച് തമാശ പറയും, ചിലർ പ്രാസ് ഒപ്പിച്ച് തമാശ പറയും, ചിലവർ കളിയാക്കിക്കൊണ്ട് തമാശ പറയും. കുറെ വ്യത്യാസമുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയൻസ് തന്നെ പല രീതിയിലാണ് തമാശ പറയാ. അഞ്ജലി ഏതാണ്? എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ചില സമയത്ത് ചില ഓഡിയൻസിന് ചില കാര്യങ്ങൾ ചിരിക്കും, ചില ആൾക്കാര് എന്ത് പറഞ്ഞാലും ചിരിക്കില്ല. ചിലപ്പോ അമ്മയെന്നൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ ചിരിക്കും. അങ്ങനെ തോന്നിയ പോലെയൊക്കെ ഓഡിയൻസിനെ നന്നായി അറിയണം. അത് കൊറേ ശീലമായാലേ മനസ്സിലാവും. ഞാൻ ചില സമയത്തൊക്കെ ചില സ്റ്റാൻഡപ്പ് കോമഡിയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഹോസ്റ്റുകളൊക്കെ തമാശ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും എന്ത് സൂപ്പറായിട്ടാണ് ഓഡിയൻസിനെ കയ്യിലെടുക്കുന്നത് ഞാൻ ഒത്തിരി വട്ടം വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് ഓഡിയൻസിന് ഇങ്ങനെ പെറുക്കിയെടുത്ത് കോമഡി പറയാൻ എനിക്കറിയില്ല. ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതും, ആ സ്ക്രിപ്റ്റ് പോയി പറഞ്ഞ് അത് ചിരിപ്പിക്കാൻ അങ്ങനെ എനിക്കറിയത്തുള്ളൂ. അല്ലാതെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ഓഡിയൻസ് ഒന്നും ഇങ്ങനെ പരിപാടിയൊന്നും അല്ല, അത് ഭയങ്കര ടാസ്ക് ആണ് ചെയ്യാൻ വേണ്ടിട്ട്. അത് എനിക്ക് അറിയത്തില്ല. അയ്യോ ഞാനൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂവും ആൾക്കാര്. അതല്ല അഞ്ച് എത്ര ഷോസ് ചെയ്തു, എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു? ഞാന് ഓപ്പൺ മൈക്സ് കുറെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഷോ ആയിട്ട് പിന്നെ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞാൻ ആകെ 2 മാസമാണ് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടിയിട്ട് ഇറക്കി വിട്ടത്. ആ 2 മാസവും ഞാൻ എവിടെയെങ്കിലും പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തായാലും സമയമില്ല, കാരണം ക്ലാസ് ഉണ്ട്, പിന്നെ അതിനിടയ്ക്ക് ഓരോരോ പരിപാടികളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ സത്യം പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യണം. ഒന്നിലേക്ക് അങ്ങനെ ചാടരുത്, കാരണം എന്നാ മാത്രമേ നമുക്ക് അത് നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. ഇതിപ്പോ ഏതാണെങ്കിലും കൺസിസ്റ്റൻസി വേണം. ഇപ്പൊ മോഡലിംഗിൽ തന്നെ ഇപ്പൊ ഞാൻ 2 വർഷം മുന്നേ ചെയ്ത ഷൂട്ടും ഇപ്പൊ ചെയ്യുന്ന ഷൂട്ടും ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു നല്ല അതെ, ഞാൻ കൊടുക്കുന്ന ഒരു ഔട്ട്കം തന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോ അതേപോലെ തന്നെയാണ് സ്റ്റാൻഡപ്പ് കോമഡി. ഞാനിപ്പോ ഒരു ദിവസം ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഞാൻ നന്നാവാനൊന്നും പോകുന്നില്ല. അതെനിക്ക് അതെ, പിന്നെ അതും പോരാൻ ആകൊരു സമാധാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചലപ്പ് അതിങ്ങനെ ഒരിക്കലും നിക്കാതെ ഇങ്ങനെ പോകുന്നുണ്ട്, തട്ടുമുട്ടും ഇല്ലാതെ. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അതെ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം സ്റ്റാൻഡപ്പ് കോമഡി ഈസ് ലൈക്ക് ഹൂ ഐ ആം. നമ്മളെ പോഡ്കാസ്റ്റിനെ ലെജർ കോമഡി പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയാലോ. പക്ഷെ ആക്ച്വലി എന്താ, അഞ്ജലിക്ക് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, പർപ്പിൾ മലയാളം പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിന്റെ സിസ്റ്ററിന്റെ കൂടെ ചെയ്യുന്നതാണ്. അപ്പോ ഈ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫണ്ണിയാണ്. നമ്മളെ പോഡ്കാസ്റ്റിൽ എപ്പോഴും നമ്മൾ സ്റ്റോറീസ് ആണ് പറയാറ്, നമ്മളുടെ ലൈഫിലെ ഫണ്ണി സ്റ്റോറീസ് ആണ് പറയാറ്. ഇവരങ്ങനെയല്ല, ഇവരൊരു ടോപ്പിക് അങ്ങ് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഇവരിങ്ങനെ ഫണ്ണി. ഞാൻ എപ്പോഴും പറയാറുണ്ട് സെമീറിനോട്, ഈ പെൺകുട്ടികൾ കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ നമ്മൾ എവിടോ എത്തിപ്പോകുന്നു, കാരണം ഇവര് അത്രയും ഗ്രോ ആകുന്നു. ഞങ്ങൾക്ക് അത് പറ്റാറില്ല. മെയിൻ ആയിട്ട് കൺസിസ്റ്റൻസി ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ വീട്ടിലുള്ളപ്പോഴും 1-2 എപ്പിസോഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് നമുക്കൊരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടാത്തതാ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഈ പോഡ്കാസ്റ്റ് ഒക്കെ ഓരോന്നും ചെയ്യുമ്പോൾ അത് വൃത്തിയുള്ളത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ഹോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതല്ല അഞ്ജലി, കൊച്ചിയിൽ മറ്റേ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള സ്റ്റുഡിയോസ് ഒക്കെ അല്ലേ, നീ ആഴ്ചയിൽ ഒരു വീക്കെൻഡില് നന്ദനനെ കൊച്ചിക്ക് കൊണ്ടുവന്ന് ആ സ്റ്റുഡിയോയില് പോയി ഒരു 5-6 എപ്പിസോഡ് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള എന്റെ കയ്യിൽ ചിക്കിലൊക്കെ തീരുമാനം. പക്ഷെ ഞാൻ പറയാലോ, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ
ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. നാച്ചുറലി ഫണ്ണിയാണ്, നിങ്ങളെ കെമിസ്ട്രി അടിപൊളിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പോഡ്കാസ്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ഞാൻ ചിലപ്പോ ഈ എന്താ പറയാ ഭയങ്കരമായ റിസ്ക് എടുത്തിട്ട് ഈ പോഡ്കാസ്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തേനായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ 5-6 കാര്യങ്ങൾ ചെയ്യാൻ പോയപ്പോ അതാണ് ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി, മോഡലിംഗ്, പോഡ്കാസ്റ്റ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, വർക്ക്, പഠിത്തം എല്ലാം കൂടെ നടക്കില്ല. അപ്പോ ഞാനിപ്പോ മോഡലിംഗിലാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ്. കാരണം മോഡലിംഗ് ഈസ് ഓൺലി ദ തിങ് ദാറ്റ് പേയിങ് മീ റൈറ്റ് നൗ. നമ്മൾ കഞ്ഞി കുടിക്കാനുള്ളത് എന്തിലാണോ അതിലേക്കാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പേയ്മെന്റ് അല്ല, എനിക്ക് പോഡ്കാസ്റ്റ് ഇസ് ലൈക്ക് അവർ ഹോബി. അതിപ്പോ എപ്പോ അതിന് ഒരു ഇമ്പ്രൂവ്മെന്റ് അങ്ങനൊന്നും ഇല്ല. അത് എപ്പോ ഇരുന്നാലും ഞങ്ങക്ക് വരുന്ന സാധനം. പക്ഷെ അതിലൊരു ഓഡിയൻസിനെ നമ്മൾ ഗ്രോ ചെയ്താല് ആ ഓഡിയൻസ് ഏതിലേക്കും ചാനൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞല്ലോ, മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇടയ്ക്ക് നമ്മുടെ ഇൻബോക്സിൽ, എന്താ പോഡ്കാസ്റ്റ് ഒന്നും ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പറയാനാ, ഞാൻ ഒരുമിച്ച് നിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. ആ 2 ദിവസം പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കാന്ന് വെച്ചാൽ മിക്കവാറും നടക്കില്ല. ഓരോരുത്തരും അതെ, ഇവരുടെ പോഡ്കാസ്റ്റ് ഓഡിയോയില് മാത്രമേ ഉള്ളൂ അവൈലബിൾ. ഞാൻ ഏതായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നമ്മളുടെ ഓഡിയൻസിനും കേട്ട് നോക്കാം. ഇത് വൻ ഫണ്ണിയാണ്. കുറെ എപ്പിസോഡ് കേട്ടിട്ട്, പക്ഷെ ഉള്ള എപ്പിസോഡ്സ് നിങ്ങൾ കേട്ട് നോക്കിയാൽ നല്ല രസമാണ്. പിന്നെ ഇവരെ കേട്ടിട്ട് ഇവരെ കൂടെ അങ്ങ് പോരുത്, ഞങ്ങളെ തിരിച്ചു വരണം. അതെ, ഞങ്ങളുടെ ഇല്ലല്ല, എന്റെ പോഡ്കാസ്റ്റ് ആയിട്ട് മിക്കാതെ എന്റെ അനിയത്തിന്റെ ഫാനാവും എല്ലാരും. റിയലി ഫണ്ണി. ഞാനല്ല ശരിക്കും ഫണ്ണി, ഞാൻ ഫണ്ണിയേ അല്ല. എന്റെ ഫണ്ണി എന്ന് പറഞ്ഞ പേഴ്സൺ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നതാണോ? എളിമയല്ല. നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ, അവള് ലൈക്ക് അവൾക്ക് നാച്ചുറലി വാക്കുകളാൽ അവളെങ്ങനെ, പക്ഷെ എന്താ പ്രശ്നം, അവളെങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവളുടെ ഉള്ളിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാൻ ഞാൻ വേണം. അങ്ങനെ അവിടെ വായുന്നത് വീഴ്ത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചോരണ്ടണം, അതേ ഉള്ളൂ. അതെ. പിന്നെ അഞ്ജലി, പെട്ടെന്നൊരു ചലഞ്ച് വന്നാല് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇവിടുന്ന് എനിക്ക് ഓടാന്ന് പറയുന്നത് ഇവിടെ വരെ മാത്രം നല്ല ഡ്രസ് ഉള്ളു. ഇവിടെ തൊട്ട് ഇവിടെ വരെ വീട്ടിൽ ഞങ്ങളും കയ്യിലുണ്ടൊക്കെ. അതെ, ഞാനൊരു പ്രാവശ്യം ലുങ്കിയൊക്കെ എടുത്താണ്ടായിരുന്നു എപ്പിസോഡ്. പക്ഷെ ഇതൊന്നും കാണൂലേ എപ്പിസോഡില്, മീറ്റിംഗ് പോലെ. ഞാനാവുന്നല്ലോ വിചാരിച്ചത്. ലൈക്ക് അഞ്ജലി ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതാണ്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് സ്പോണ്ടേനിറ്റി. അപ്പം ഐ വാസ് തിങ്കിങ്, എനിക്ക് പെട്ടെന്ന് മനസ്സിക്ക് വന്നാണ് ടൈപ്സ് ഓഫ് റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റെഡ് ഫ്ലാഗ് ബോയ് ഫ്രണ്ട്സ് എന്നുള്ള ഒരു ടോപ്പിക്കില് പെട്ടെന്ന് അഞ്ജലിനോട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒരു 2 minutes പറയാൻ പറഞ്ഞാൽ അഞ്ജലി എങ്ങനെ അത് ഏറ്റെടുക്കും? ഞങ്ങക്ക് പോയിന്റ്സ് അല്ല വേണ്ടേ, ഞങ്ങക്ക് നർമ്മത്തിലൂടെ കലർത്തിയ ഫാക്ട്സ്. നർമ്മത്തിലൂടെ ഇങ്ങനെ കലർത്തിയ എനിക്ക് അങ്ങനെ നിങ്ങളിപ്പോ വിചാരിക്കുന്ന അത്ര സ്പോണ്ടേനിറ്റി ഒന്നും എനിക്കില്ല. അത്ര ടാലന്റ് ഇല്ല, ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങള് പറയാ അഞ്ജലിയാണ്. ഞാൻ ജസ്റ്റ് എടാ, ഞാനേ റെഡ് ഫ്ലാഗ് ആണ്. എന്ത് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ റെഡ് ഫ്ലാഗ് ഇട്ടാണ്, മോശമല്ലേ? എങ്ങനെയാണ് അഞ്ജലി റെഡ് ഫ്ലാഗ് ഡിസ്ക്രൈബ് ചെയ്തോ? എന്റെ മോനെ, ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അടിപൊളിയാണ്. പക്ഷെ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ഞാൻ വെറും മൂശാട്ടയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അറ്റൻഷൻ വേണം. അറ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ഐ ആം ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. അപ്പൊ മറ്റേ പേഴ്സൺ എപ്പോഴും എന്റെ കാര്യം കേൾക്കാൻ വേണ്ടി അടിക്കണം. ഓ, എനിക്കത് സംഭവിച്ചു, എനിക്കിത് സംഭവിച്ചു, എനിക്കിങ്ങനെ, എനിക്കെങ്ങനെ, എനിക്ക് അതാ ഇതാന്നിങ്ങനെ അതിങ്ങനെ. അതെ അതെ, അത് എനിക്കിങ്ങനെ ഒത്തിരി പറയാനുണ്ടാവും എപ്പോഴും. അപ്പൊ ഞാൻ മറ്റേ ആളുടെ വലിയ കാര്യത്തിൽ കേൾക്കത്തൊന്നുമില്ല. അത് പറഞ്ഞ ഞാൻ പറയുന്ന ആർക്ക് കേൾക്കണം? താനാ കണ്ണാടി നോക്കി പറയണോ? അത് എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ചെക്കന്മാർ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നല്ല കാര്യമാണെങ്കിൽ എടി നീ അത് ചെയ്യേ, ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്തോ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഞാനിങ്ങനെ എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വളർന്നു വന്നപ്പോ എനിക്ക് എന്താ ഞാൻ ഒരു ചെക്കൻ പറഞ്ഞാലും ജീവിതത്തിൽ കേൾക്കില്ല, നല്ലതാണെങ്കിൽ ഞാൻ കേൾക്കത്തില്ല എന്നുള്ള രീതി. നോ മാൻ ടെൽസ് മീ വാട്ട് ടു ഡു ല്ലേ? അതിപ്പോ പക്ഷെ ഒരു പെങ്കൊച്ചാന്ന് പറഞ്ഞു ഞാൻ വലിപ്പത്തിനോടോ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പക്ഷെ ചെക്കന്ന് പറഞ്ഞു ആന്ന് പറയൂ എന്ന് ഞാൻ കേൾക്കില്ല.
പെൺകുട്ടികളാണെങ്കിൽ ആടാ, ചെക്കന്മാരാണ് ആടാ. എന്നിട്ട് ഞാൻ കാണിക്കേണ്ട തിരിച്ചു വന്നിട്ട് ഇവര് പറയുന്നതിനെ കേൾക്കുകയും ചെയ്യും കേട്ടോ. അത് വേറെ കാര്യം. എനിക്കൊരു വട്ടം ചെയ്യണം, എന്റെ ഇഷ്ടത്തിന് ചെയ്യണം, എന്നാലേ ഞാൻ കൊണ്ടേ പഠിക്കൂ. പിന്നെന്താ റെഡ് ഫ്ലാഗ് എന്ന് പറയാൻ, പിന്നെന്താ വെച്ചാൽ എനിക്ക് ഫുൾ ടൈം ഒറ്റയ്ക്ക് ഇരിക്കണം. മനസ്സിലായോ? അപ്പൊ അറ്റൻഷൻ ഭയങ്കരമായിട്ട് വേണമാണോ എന്നോ ഒറ്റയ്ക്ക് ഇരിക്കും വേണം? അറ്റൻഷൻ ഉള്ള സമയത്തേക്ക് കുറെ അറ്റൻഷൻ വേണം. പക്ഷെ എനിക്ക് കുറെ സ്പേസ് വേണം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പേഴ്സണാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ഫുഡ് നോക്കുക, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് ഫുഡ് മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതിനിടയ്ക്ക് എന്നെ ഇപ്പൊ വാ പുറത്ത് പോവാന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ മൂഡ് വരണം, എനിക്ക് ബോറടിക്കണം. അങ്ങനെ ബോറടിക്കുമ്പോൾ ഞാൻ പുറത്ത് പോകത്തുള്ളൂ. ബോറടിക്കണം, എനിക്ക് എന്റെ ജീവിതം മടുത്തു ബോറടിച്ച് ഇനി വേറെ മനുഷ്യനെ കാണാം എന്ന് എനിക്ക് തോന്നുമ്പോ മാത്രമേ ഞാൻ പുറത്ത് പോകത്തുള്ളൂ. അതൊരു വലിയ റെഡ് ഫ്ലാഗ്. റിലേഷൻഷിപ്പിൽ അങ്ങനെ ആവാൻ പാടില്ല. ശരി, വലിയ റെഡ് ഫ്ലാഗാ. ഞങ്ങൾ ഡിനൈ ചെയ്യുന്നില്ല അതൊന്നും. സെൽഫ് അവയർനെസ് 100. ശരിയാണ്. പിന്നെന്താ, പിന്നെ ഫോൺ വിളിച്ചാ കട്ട് ചെയ്യാ, ഫോൺ വിളിച്ച ഫോൺ എടുക്കാതിരിക്കുക, ഫോൺ വിളിച്ച കട്ട് ചെയ്തിട്ട് കുറുമ്പുകൾ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല റിലേഷൻഷിപ്പിലാവാൻ. അഞ്ജലി എന്റെ ഒരു ടൈമില് തെൻവീർ ഇല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തെൻവീർ വിചാരിച്ചിരുന്നു അഞ്ജലി ഞാനും ഡേറ്റിംഗ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് അഞ്ജലി എന്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു, ഹാപ്പി ബർത്ത്ഡേ സയാൻ, ഐ ഹോപ്പ് യു കം ആൻഡ് എന്തോ നിന്റെ മസ്റ്റാങ് ആയിട്ട് വന്നിട്ട് എന്നെ കൂട്ടി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ അഞ്ജലി ആയിട്ട് എന്റെ മ്യൂച്വൽ ഒരാളും ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ ഈ തെൻവീർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തെൻവീർ എന്നിട്ട് ഈ സ്റ്റോറി നേരെ നമ്മുടെ ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഇതാരാ, ഞാൻ പറഞ്ഞു ഒരു ഫ്രണ്ടാണ്, പോഡ്കാസ്റ്റിലൂടെ ഉള്ള ബന്ധാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റോറി ഇടുവോ? ഞാൻ പറഞ്ഞു അവിടെ പ്രകൃതം എങ്ങനെയാ. എന്നിട്ട് തെൻവീർ ഇതൊന്നുമല്ല, അതൊക്കെ പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ സ്റ്റോറി ഇടായിരുന്നു. ഇപ്പൊ സ്റ്റോറിയേ ഇടാറില്ല ആൾക്കാരുടെ ബർത്ത്ഡേക്ക്. ആകെ 1-2 ബർത്ത്ഡേക്ക് മാത്രം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിടും. എന്തറിയോ, കഴിഞ്ഞ വർഷം 1-2 വട്ടം ഞാൻ അതുപോലെ സ്റ്റോറി ഇട്ടിട്ട് എന്റെ ഫോളോവേഴ്സിൽ കുറെ വേണ്ടാത്ത കുറെ അലവലാതെ ഫോളോവേഴ്സ് ഉണ്ട്. ലൈക്ക് എന്താ പറയാ, ഈ മറ്റേ എന്താ പറയാ, ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ അലമ്പാക്കുന്ന കുറെ ടീംസ് ഇല്ലേ, അതുണ്ട്. ഇവര് കുറെ പേര് പോയിട്ട് ഇവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് അലമ്പാക്കും. പാവം വെച്ചൊന്നും പറയല്ലേ, അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് അലമ്പാക്കും. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഇനി ഞാൻ കാരണം ആളല്ലോ അങ്ങനെ സംഭവം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രം ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുള്ളൂ. കാരണം ഇപ്പൊ എന്റെ അനിയത്തിന്റെ അവർക്കൊക്കെ എന്തിനും പറ്റുള്ള കുഴപ്പമില്ലല്ലോ, പറഞ്ഞങ്ങ് മനസ്സിലാവുമല്ലോ, ബെസ്റ്റ് ഫ്രണ്ടിന്റെ അങ്ങനൊക്കെ. അല്ലാത്ത ആൾക്കാർ ഇടാറില്ല, എനിക്ക് പേടി. ഇനി ഞാൻ വല്ല വള്ളി കൊണ്ടുവന്നതൊക്കെ പറയാം, ഹാക്കൊക്കെ ആയാലും ഇത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്റെ പൊന്നോ, കിട്ടുന്ന പൈസ അങ്ങനെ അങ്ങ് പോയാലോ. പക്ഷെ അഞ്ജലി നേരത്തെ അഞ്ജലിന്റെ റെഡ് ഫ്ലാഗ്സ് പറഞ്ഞല്ലോ, പല ആൾക്കാർക്കും ഇത് അവരുടെ റെഡ് ഫ്ലാഗ്സ് ആണെന്ന് പോലും അറിയാത്തവരുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോ അഞ്ജലിക്കാര് സെൽഫ് അവയർനെസ് ഉള്ളത് വളരെ നല്ലതാണ്. എനിക്ക് അല്ലെങ്കിലും എപ്പോഴും നല്ല സെൽഫ് അവയർനെസ് ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഞാൻ എന്ത് കാണിക്കുമ്പോഴും എനിക്ക് തെറ്റുള്ള കാര്യം എനിക്ക് അറിയാം, ഇത് ചെയ്ത തെറ്റാണ്, എന്നാലും ഞാനത് ചെയ്യും. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ജീവിതത്തിൽ നന്നാവും, എന്നാലും ചിലപ്പോ അത് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ സ്വഭാവം. എങ്ങനെ നന്നാവണം, എങ്ങനെ സക്സസ്ഫുൾ ആവണം, ഇല്ലെങ്കിൽ എങ്ങനെ എന്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. എനിക്ക് ആരും അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്യില്ല, ഞാൻ നശിച്ചു പോവുള്ളൂ എന്നുള്ള രീതിയിലേ ജീവിക്കത്തുള്ളൂ. അതല്ല, അന്ന് എന്താ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഞാൻ ഇത് കുറെ നേരം ചോദിക്കണം എന്ന് വിചാരിക്കണം. സെൽഫായി കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പിൽസ് എടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് സെൽഫായിട്ട് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാന്ന് അവര് പറഞ്ഞ അഡ്വൈസ് എന്തായിരുന്നു? അവർ അഡ്വൈസ് ഒന്നും പറഞ്ഞില്ല. അത് ശരി, ഒറ്റക്ക് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടു. She is like, you know what to do, just try what you wanted to do, അല്ലെങ്കിൽ what you realize ചെയ്യ കുറച്ച് കാര്യങ്ങൾ തോന്നും.
എന്റെ അടുത്ത്. അങ്ങനെ ഞാൻ അത് ശരി. അപ്പൊ സൊല്യൂഷൻ ഒന്നും കൊടുക്കണ്ട, അല്ല പക്ഷെ അങ്ങനെയല്ല, അറിയാം. അതൊരു സൈക്കോളജിക്കൽ. അപ്പം അത് നമ്മള് പറഞ്ഞിട്ട് അഞ്ജലിനെ വിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ട് അഞ്ജലിക്ക് ഒന്നും പറ്റണില്ലെങ്കിൽ അഞ്ജലി തിരിച്ചു വരും. അപ്പം അവര് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും. മറ്റെന്താ ഏറ്റവും ബെസ്റ്റ് എന്താ? അല്ല, ആക്ച്വലി സൈക്കോളജിയില് എന്റെ ഒരു കസിൻ സിസ്റ്റർ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താന്ന് വെച്ചാല്, നമ്മൾ ഒരു സൊല്യൂഷൻസും അവർക്ക് ഓഫർ ചെയ്യാൻ പാടില്ല, അവര് സ്വന്തമായി സൊല്യൂഷൻസ് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഈവൻ ഇപ്പൊ ഇവരുടെ ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് അവർ മുന്നോട്ട് വന്നാല് നമുക്ക് അതിന്റെ സൊല്യൂഷൻ അറിയാതെ വിചാരിച്ചു, ഇതങ്ങ് ചെയ്താൽ ഈ പ്രശ്നം അങ്ങ് സോൾവ് ആവും വിചാരിച്ചോ. പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല, അവര് സ്വന്തമായി ആ കൺക്ലൂഷനിലേക്ക് എത്തണം പോലും. ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല. ഓരോ ആൾക്കാർക്കും കോപ്പ് ചെയ്യാൻ അവരുടേതായിട്ടുള്ള രീതികളുണ്ടാവും. എന്നെ അലട്ടുന്ന കാര്യം എന്താ എനിക്ക് മനസ്സിലായാലല്ലേ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ. അത് തെറാപ്പിസ്റ്റിനോട് എത്ര പറഞ്ഞാലും തെറാപ്പിസ്റ്റിന് മനസ്സിലാവുന്നതിന് ഒരു പരിധിയില്ലേ. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഉപ്പുവെള്ളല്ലേ, നീ ഏത് റിവറിനാണ്? സി ആണ് ഉപ്പുവെള്ളം. എടാ പുഴയിൽ ഉപ്പുവെള്ളമല്ല. I am today years old. ഈ പോഡ്കാസ്റ്റിൽ ഇത്ര കാലം മണ്ടത്തരങ്ങളിൽ ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പൊ നീ പുഴയിൽ കുളിച്ചിട്ടില്ലേ? ഞാനില്ല, പുഴയിൽ കുളിച്ചിട്ടില്ലേ? കാരണം എന്താന്ന് വെച്ചാല് നമ്മള് വെക്കേഷന് പോകുന്ന ടൈമിലൊക്കെ മഴക്കാലല്ലേ, അപ്പം പുഴയില് 4-5 വർഷം നാട്ടിൽ നിന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആണ്. പക്ഷെ അന്നൊന്നും പുഴയില് പോയിട്ടില്ല, അരുവികളിലും അവിടെ ഞാൻ വരെ പോയത്. ഞാൻ ചാലിയാറിലൊക്കെ കുളിച്ചത്. മുതലുണ്ടോ പുഴയില്? ഭയങ്കര ഒരു കണ്ടുപിടുത്തായി. നമ്മളെന്താ പറഞ്ഞിരുന്ന don't bring the person to river. Person അല്ല, horse. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ 4 വർഷം 6 വർഷം ഈ സൈക്കോളജിസ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വർഷം ഇവർ കോളേജിൽ പോയിട്ട് ദിൻ രാത് പഠിച്ചിട്ട് ഇവർക്കൊരു മെഹനത്ത് കർക്കെ ഇവർക്കൊരു പേഷ്യന്റ് വരുമ്പോ ആ പേഷ്യന്റ് ഏത് ടൈപ്പ് ഓഫ് ആളാണ്, ഇവർക്ക് ഏത് സൊല്യൂഷൻസ് ഓഫർ ചെയ്യാന്ന് ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ എന്താന്ന് വെച്ചാല്, അവർ സ്വന്തമായിട്ടൊരു കൺക്ലൂഷനിലേക്ക് വന്ന് സ്വന്തമായ ഒരു സൊല്യൂഷൻ തേടി പോകുമ്പോൾ ഒരിക്കലും ഈ സൈക്കോളജിസ്റ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ തന്ന സൊല്യൂഷൻ വർക്ക് ആയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി അവർക്ക് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കാന് അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. ഇപ്പൊ സെമീറിന് ഒരു പ്രശ്നം ഉണ്ട് വിചാരിച്ചാൽ നീ എന്റെ അടുത്ത് വന്ന, അല്ലെങ്കിൽ എന്റെ അടുത്തൊരു പ്രശ്നമായിട്ട് ഞാൻ നിന്റെ അടുത്ത്, അപ്പൊ നീ ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാല് അത് ഞാൻ വർക്ക് ആയാല് ഞാൻ നിന്നോട് പറയും വർക്കായിരുന്നു. പക്ഷെ ഇവർക്ക് ഒരു ഐഡിയ അല്ലേ, അപ്പൊ അതിന്ന് അവർക്ക് മോചനം നേടാൻ വേണ്ടിയിട്ട് അവർ പറയാണ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു കൺക്ലൂഷനിലേക്ക് എത്തിയാലും നിങ്ങളെ ബ്ലെയിം ചെയ്യാലോ, നിങ്ങൾ ചെയ്യുന്നതിലെ പ്രശ്നമാണെന്ന് പറയാലോ. എനിക്ക് അങ്ങനെ തോന്നി. 4-5 വർഷം 6 വർഷമൊക്കെ കോളേജിൽ പോയിട്ടും ഇവർക്ക് ഇപ്പോഴും ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ്. അഞ്ജലിക്ക് എന്താ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു രീതിയിൽ ഓരോ ടൈപ്പ് ആൾക്കാർ, ചിലവർക്കൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്തായാലും അവർ ഹെൽപ്പ് ചെയ്യും. എന്റെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ സോർട്ട് ഔട്ട് എനിക്ക് വേണ്ടതെന്ന് വെച്ചൊരു പ്ലാസിബോ എഫക്റ്റ് ആയിരുന്നു. ലൈക്ക് ഞാൻ ഒരാളെ പോയി കണ്ടു, അവിടെ ഞാൻ പറയുമ്പോ തന്നെ ഏകദേശം എന്റെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവും. അത് കണ്ട് ഞാൻ തന്നെ ഇല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ എന്നോട് അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. പക്ഷെ എല്ലാരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള സൊല്യൂഷൻസ് അവരെന്തെങ്കിലും കൊടുക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ആവട്ടെ, ലോകം നന്നാവട്ടെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? മാനസികം കുറവുണ്ടോ? മാനസികത്തിനോട് വേണം നിങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് വട്ടാണ്. പിന്നെ എന്റെ മോഡലിങ്ങിനൊന്നും വിളിക്കൂല. ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടി തോന്നിയാണ് കേട്ടോ ആൻസൈറ്റി ഡിസോർഡർ. ഇനി ആരൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. ആൻസൈറ്റി വട്ടല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പറയാൻ പറ്റില്ല, അങ്ങനൊന്നും ഇല്ല. ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതും ശരിയാണ്. നീ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിക്കടാ. അല്ല അഞ്ജലി, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. അതായത് അഞ്ജലി പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ കോപ്പിംഗ് മെത്തേഡ്സ് ആണെന്ന്. അഞ്ജലിന്റെ കോപ്പിംഗ് മെത്തേഡ്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ? സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്ട്രെസ് ബസ്റ്റർ തീറ്റ. രണ്ടാമത്തെ സ്ട്രെസ് ബസ്റ്റർ റൂം വൃത്തിയാക്കുക.
പിന്നെയും കേടാക്കാം, പിന്നെയും സ്ട്രെസ് ബസ്റ്റർ അടുക്കള വൃത്തിയാക്കുക. അത് വൃത്തിയാക്കുമ്പോ തന്നെ നമുക്ക് എന്താ ഇങ്ങനെ റൂംമേറ്റിനെയാണ് എനിക്ക് ഈ വീട്ടില് വേണ്ടിയത്. നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ട്, മെയിൻ ആയിട്ട് ഇത് തമാശ കേട്ടോ, നമ്മള് കണ്ടുപിടിക്കുക നമ്മുടെ പ്രോബ്ലം എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. ലൈക്ക് ഇപ്പൊ എന്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ കമ്പാരിസൺ തന്നെയായിരുന്നു എന്റെ പ്രോബ്ലം. ലൈക്ക് ഈ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ലൈക്ക് ഒത്തിരി എനിക്കൊരു എന്താ പറയാ, ഞാൻ വിചാരിക്കുന്ന ഒരു ഗ്രോത്തിൽ എത്താൻ പറ്റാതെ പോവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എന്റേത്. പക്ഷെ അത് ഞാൻ തന്നെ മനസ്സിലാക്കി, എനിക്ക് ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്റെ ആ ഒരു ഇത് പോയി. ലൈക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മളിപ്പോ മൂന്നാറൊക്കെ പോയി കഴിയുമ്പോഴേ നമ്മൾ അവിടെ ഇങ്ങനെ ഈ കർഷകരെ കാണില്ലേ, അവരുടെ ഫാമിലി ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ നാളെ തൊട്ട് അവർ വിചാരിക്കുക, എനിക്കൊന്നും വേണം, എനിക്ക് വലിയ ബംഗ്ലാവൊക്കെ പണിത് എനിക്ക് ഭയങ്കരമായിട്ട് 2 കാറൊക്കെ ആയിട്ട് ജീവിച്ചാലേ എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ആ പോയിന്റിൽ വെച്ച് അവരുടെ മനസ്സമാധാനം പോകും. മനസ്സിലായോ? അതായത് എക്സ്പെക്ടേഷൻസ് ആർ ദ തീവ്സ് ഓഫ് ജോയ് എന്നാ പറയാറ്. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലൈഫിന് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുന്ന നമ്മൾ ഫർദർ പുഷ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ അത് വേറെ രീതിയിൽ നമുക്ക് മോശമാണ്. ലൈക്ക് ഒന്നിനെയും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു ലൈക്ക് അപ്പൊ എന്റെ ലൈഫിലുണ്ടായിരുന്ന ചെറിയ ചെറിയ സക്സസ് പോലും എനിക്ക് സക്സസ് ആയി കാണാൻ പറ്റാത്തൊരവസ്ഥ. അത് അപ്പൊ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല ലൈഫില്. വി വിൽ ഫീൽ ലൈക്ക് അട്ടർ ഫെയിലിയർ. മനസ്സിലായോ? അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള അത് തന്നെയാണ്, എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. ഇല്ലെങ്കിൽ ഗ്രോത്ത്, ഈ കമ്പാരിസൺ ഭയങ്കര പ്രശ്നം. ചില സമയം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കാര്യം, ഞാൻ 2 years ആയി മോഡലിംഗ് ചെയ്യുന്നു. പക്ഷെ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെക്കാളും എന്താ പറയാ പെട്ടെന്ന് മോഡലിംഗിൽ കയറി വന്നിട്ട് എന്നെക്കാട്ടും നല്ല നല്ല ബ്രാൻഡ്സുമായിട്ട് ചെയ്ത കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ വിചാരിക്കുമോ ആ കൊച്ചു എന്നെക്കാട്ടും ലേറ്റ് ആയി വന്നിട്ട് വലിയ വലിയ ബ്രാൻഡ്സിന്റെ കൂടെയൊക്കെയാണോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചിന്തിച്ച് എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് ചിന്ത നാശമായിരുന്നു. അന്നൊട്ട് എന്റെ നാശമായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്, ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ 2 വർഷം കൊണ്ട് ഇവിടെ വരെ നമ്മൾ എത്തി, അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. പിന്നെ ഓരോരുത്തർക്കും ജേർണീസ് ഡിഫറെന്റ് ആണ്. പിന്നെ ലക്ക് എന്ന് പറയുന്ന കാര്യം ഡിഫറെന്റ് ആണ്. പിന്നെ എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്റ്റോറി ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതൊരു 4 ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവണം. അതെനിക്ക് അറ്റ്ലീസ്റ്റ് അവർക്ക് തോന്നണം, ഓ അയ്യോ എനിക്ക് പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഈ പുള്ളിക്കാർ ഇത്രയൊക്കെ ചെയ്തെത്തില്ല, എനിക്കും പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടെന്ന് തോന്നണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ ഞാനിപ്പോ ഉള്ള ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല അഞ്ചി, ഞാൻ ഈ ഇന്റർവ്യൂ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ചോദിക്കണം വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ അറ്റ് പ്രസന്റ് അഞ്ചിന്റെ കോൺഫിഡൻസ് കൂടിയൊക്കെയാണോ, അതായത് ഞാൻ മോഡലാണ് എന്നുള്ള രീതിയിൽ, അതോ ഇൻസെക്യൂരിറ്റീസ് ആണോ കൂടുതൽ ഇപ്പോ? ഓഫ് കോഴ്സ് എന്റെ ഇൻസെക്യൂരിറ്റീസ് ആണ് കൂടുതൽ. എന്റെ കോൺഫിഡൻസ് കൂടുന്നതിനെക്കാട്ടും കൂടുതൽ എന്റെ ഇൻസെക്യൂരിറ്റീസ് ആണ് മോഡലിംഗിൽ കയറിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് കൂടുന്നത്. പക്ഷെ അത് പയ്യെ പയ്യെ കുറഞ്ഞു വരും ചെയ്തു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്കൊരു ഷൂട്ട് എടുക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏതൊരു മോഡലാണെങ്കിലും, അതിപ്പോ ഏതൊരു ഇന്റർനാഷണൽ മോഡലാണെങ്കിലും അവർക്കുണ്ട് ഒരു ഇൻസെക്യൂരിറ്റി. Like it's like അതൊരു സത്യം. There will be always a girl who will be prettier than you. അത് ആരാണെങ്കിലും എപ്പോഴും നമ്മളെക്കാട്ടും നല്ലൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും എല്ലാത്തിനേക്കാളും മെച്ചപ്പെട്ടൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും സുന്ദരിയായ ഒരു പേഴ്സൺ, നമ്മളെക്കാട്ടും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ഒരാൾ എപ്പോഴും ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടില്. ഒരിക്കലും നമുക്ക് എല്ലാത്തിന്റെയും ടോപ്പിലെത്താൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം എന്താ പറയുക, നമ്മളാണ് ദ മോസ്റ്റ് അന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ സംഭവിക്കും നമ്മളൊരിക്കലും ചിന്തിക്കരുത്. എപ്പോഴും ഒരു പേഴ്സൺ ഉണ്ടാവും നമ്മളെക്കാട്ടും മച്ച് ബെറ്റർ ആയിട്ടുണ്ടാവുക.
പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി എന്നെക്കാട്ടും എന്താ പറയാ, എനിക്കൊന്നും അങ്ങനെ ചോദിക്കണമെങ്കിൽ കഴിവേ ഇല്ല. ഒത്തിരി കലോത്സവത്തിനൊക്കെ പോയിട്ട് ഒത്തിരി മെഡലുകളൊക്കെ വാരിക്കൂട്ടിയ ആൾക്കാരും സ്പോർട്സിനൊക്കെ പോയിട്ടൊക്കെ ഒത്തിരി കുട്ടികൾ നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ലൈക്ക് എന്താ വെച്ചാൽ അവരുടെ ലൈഫില് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പഠിത്തത്തിന്റെ കേസിലാണെങ്കിലും ആർട്സിന്റെ കേസിലാണെങ്കിലും സ്പോർട്സിന്റെ കേസിലായിട്ടാണെങ്കിലും ഒന്നും അല്ല. എന്ന് വെച്ചാൽ ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക ഒരു കലോത്സവത്തിന് പോയിട്ട് ഒരു പ്രൈസ് മേടിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അന്നൊക്കെ എത്രയോ സ്റ്റാറുകളായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ വേറെ അതെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ല. ലൈക്ക് എന്താ പറയാ, എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെന്നൊന്നും ആർക്കും തോന്നുന്നില്ല. അവരുടെ ഫ്ലോയിലൊക്കെ പോവാന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അവര് ഹൈസ്കൂളിലെ പീക്ക് ചെയ്തു. ലൈക്ക് അല്ല, എനിക്ക് തോന്നുന്നത് അവര് പിന്നീട് എന്താ പറയാ അതിന്റെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ ലൈക്ക് അവരങ്ങ് ലൈക്ക് ഇപ്പോ നമുക്കൊരു കഴിവുണ്ട്, അതെല്ലാവർക്കും കിട്ടില്ല, അതുകൊണ്ട് അതെടുത്ത് പോണില്ല, അത് തേടി പോകണം എന്നുള്ളൊരു സംഭവം അവർക്ക് വന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരും എല്ലാരെയും പോലെ തന്നെ ദിസ് ഈസ് ലൈഫ് എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ കരിയറിലേക്ക് മൂവ് ഓൺ ചെയ്തു. അതെ മൂവ് ഓൺ ചെയ്തു. അപ്പോ ലൈക്ക് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും അത് തന്നെയാണ് സക്സസ് ഞാൻ പറയത്തില്ല. അത് അവരുടെ ഇഷ്ടം. അവർക്ക് അവരുടെ പ്രൊഫഷണൽ കരിയറിൽ ഗ്രോത്ത് വരുന്നതാണ് അവർക്ക് സക്സസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സക്സസ്. നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇന്നൊരു സാധനമാണ് സക്സസ് പറഞ്ഞിട്ട്. അവർ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ അത് സക്സസ് ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത്രയും പ്രൊജക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പണിയാണ്. കാരണം അത് നമുക്ക് നല്ല രീതിയിൽ അറിയണം അതിനെ പറ്റി. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഞാൻ പഠിക്കും, മഗ്ഗപ്പ് ചെയ്യും, പഠിച്ചിട്ട് എക്സാം എഴുതും, നല്ല മാർക്ക് കിട്ടും. അല്ലാതെ ഞാൻ ബിഫാമാണ് പഠിച്ചത്. ബിഫാം ഇതിന്റെ പ്രൊജക്ട് ലെവലിലൊന്നും ഒരു കാര്യം ആഴ്ന്നിറങ്ങി ചെയ്യാനുള്ള അത്രയും ഒരു നോളജ് എനിക്കില്ലായിരുന്നു. അപ്പൊ എപ്പോഴും ഞാനൊരു ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും അവരുടെ ഒരു അണ്ടറിൽ അവരെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിലോ നമ്മളൊരു കാര്യത്തിൽ നല്ലതല്ല അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ നമുക്കായിട്ടൊരു വേയോ അല്ലെങ്കിൽ ഒരു ഡിസ്കവറീസോ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലിവ് ഇറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ കാലാകാലം ഒരാളുടെ അണ്ടറിലേ നിൽക്കത്തുള്ളൂ. ലൈക്ക് നമുക്ക് അതിൽ നമ്മൾ ബെസ്റ്റ് അല്ലെങ്കിൽ ഇഫ് വി ആർ നോട്ട് ബെസ്റ്റ് അറ്റ് വാട്ട് വി ആർ ഡൂയിങ് ജസ്റ്റ് ലീവ് ഇറ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാളുടെ അണ്ടറിലോ ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേൾക്കാനോ ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ഒരു മസിൽ പവറിനോ അല്ലെങ്കിൽ ഒരു മെന്റൽ പവറിനോ ഒക്കെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ സക്സസ്ഫുൾ ആവും. എനിക്ക് അവിടെ പ്രൊജക്ട് എന്നെ കൊണ്ട് റിയലൈസ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണത്. ഒരു സ്ഥലത്തും ഇഫ് യു ആർ കോൺട്രിബ്യൂട്ടഡ് അതല്ലെങ്കിൽ ഓർ യു കാൺ കോൺട്രിബ്യൂട്ട് എനിത്തിങ് ന്യൂ ടു ഇറ്റ്, അതും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ ജസ്റ്റ് ലീവ് ഇറ്റ്. അതിപ്പോ കോർപ്പറേറ്റ് ജോബ് ആണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് ലീവ് ഇറ്റ്. അത്ര ഞാൻ പറഞ്ഞു. നമുക്ക് എപ്പിസോഡ് എൻഡ് ചെയ്താലോ? എൻഡ് ചെയ്യാം. ഞാൻ തിരിച്ചു വരില്ലേ? എങ്ങോട്ട്? വേറെ പോഡ്കാസ്റ്റിലേക്ക്. അല്ലാതെ കാനഡയ്ക്ക് വിളിച്ചതല്ല, ഞങ്ങളെ പോഡ്കാസ്റ്റിലോട്ട് അനദർ എപ്പിസോഡ്. എപ്പോഴേലും വരാം. തിരക്കൊക്കെ ഒഴിയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് എന്തെങ്കിലും പറയണോ? നന്ദി പറഞ്ഞു. എന്നെ പറ്റി അറിയാത്തൊരു പേഴ്സൺ ആണെങ്കിൽ ഞാനിങ്ങനെ ജനിച്ചതേ ഇങ്ങനെ മോഡലാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സാധാരണ നമുക്കൊരു ഇങ്ങനെ മോഡലിംഗ് എന്താ പറയാ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതൊന്നും. പിന്നെ ഇവിടെ വന്നിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ട് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അഞ്ജലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലെസൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൂം അങ്ങോട്ട് കട്ടായത്. അപ്പൊ അഞ്ജലിന്റെ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്തോന്ന് അറിയില്ല. ഇനി ഇൻ കേസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അഞ്ജലി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് അറിയാലേ? എനിക്കറിയാം. എനിക്ക് ആ ലാസ്റ്റിക്ക് എത്തിയപ്പോ മനസ്സിലായി. ആവശ്യമില്ല. അതാ അപ്പൊ ഞാനും അഞ്ജലി ഒരേ റെഡ് ഫ്ലാഗ് വന്നു. ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അഞ്ജലി പറഞ്ഞു തന്ന ഇത്രയാണ്. അതായത് അഞ്ജലി
അഞ്ജലി ഒരു മോഡലിംഗ് അവിടെ നിന്ന് എക്സ്പയർ ചെയ്തതല്ല, പക്ഷെ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മോഡലിംഗ് ആ രീതിയിലോട്ട് എത്തിയതാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ആ ഒരു സ്വോട്ട് അനാലിസിസ്, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ കണ്ടെത്തി വാട്ട്സ് ബെസ്റ്റ് ഫോർ യു, വാട്ട് വിൽ ഗിവ് യു ദ മോസ്റ്റ് ജോയ് ഇൻ ലൈഫ് കണ്ടെത്തിയിട്ട് നിങ്ങൾ ആ കരിയറിലോട്ട് ചാനൽ ചെയ്യാന്നാണ് അഞ്ജലി ഉദ്ദേശിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഇക്കിഗൈ കണ്ടുപിടിക്കൂ. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടു അവർ ഷോ അഞ്ജലി. വീണ്ടും അഞ്ജലി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ് അഞ്ജലിക്ക് തിരക്കില്ലെങ്കിൽ അഞ്ജലി പറഞ്ഞത്. സോ ദിസ് ഹാസ് ബീൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ and Zayan Zakir. Peace out. ഞാൻ സുന്ദരനല്ലേ ഏജൻ അഞ്ജലി കേൾക്കുന്നുണ്ടോ? ഓവർ. സ്ക്രിപ്റ്റ് പോലുള്ള ഒരു ഇതൊന്നും എന്റെ ചെയ്തോട്ടെ. നോ പ്രോബ്ലം. അച്ഛനോ വിളി. ജീവിതമാണ് ഉണ്ണി, മറക്കില്ല. വിവേകത്തിൽ ചിന്തിക്കൂ. അഞ്ജലിക്ക് മെസ്സേജ് കേട്ടെ, കീപ് ടോക്കിംഗ്. ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാ മതി. Hey guys, welcome to yet another episode of After Hours Malayalam. After Hoursന്റെ ഉള്ളിൽ ഒരു മിനി എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, എപ്പിസോഡ് വിത്തിൻ ആൻ എപ്പിസോഡ് ഇൻസ്പയർഡ് ബൈ ഇൻസെപ്ഷൻ. അതെ, നിങ്ങൾ അഞ്ചിക്ക് എന്തോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം. മൂവി ട്രെയിലേഴ്സ് കാണുന്ന വളരെ വലിയൊരു വിഡിത്ത. അതെ അല്ലെ? എന്നോട് ആരത് പറഞ്ഞ? ഞാൻ എപ്പോഴും അങ്ങനെയാ. ഞാൻ മൂവി ട്രെയിലേഴ്സ് കാണാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇപ്പത്തെ പണ്ടത്തെ ട്രെയിലർ എന്നൊക്കെ പറഞ്ഞാൽ മൂവിന്റെ ഒരു ഓവർവ്യൂ എന്താണ് ഒരു ജോൺറ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് അവര് ട്രെയിലർ എൻഡ് ചെയ്യുന്നു. പക്ഷെ ഇപ്പത്തെ ട്രെയിലേഴ്സ് എന്ന് പറഞ്ഞാല് കഥ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിലെ സീന് മാത്രം അവർ അതില് ട്രെയിലറിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നിൽക്കുക. അതും ക്ലൈമാക്സിലെ സീനിൽ ക്ലൈമാക്സ് എന്താന്ന് മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുള്ളൂ. അതെ, കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ട്രെയിലർ കാണുന്ന സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഈ തിയേറ്ററിൽ പടം കാണാൻ പോകുമ്പോ ഇവര് ഈ പടത്തിന്റെ മുന്നും ബ്രേക്കിനൊക്കെ ഞാൻ ജവാന്റെ ട്രെയിലറൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നടക്കുന്നു. വരുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാണ്ട് തിയേറ്ററിലാണ് പോയപ്പോണ്ട് അവരണ്ട് ഇട്ടത്. കാരണം ഇത് നമ്മൾ കാണാന്നാലും ഇതില്ല, നമ്മളെ ചെവി അത്രക്കും എനിക്ക് സ്പൈഡർമാൻ 3 ഇല്ലേ, ഫാർ ഫ്രം നോ വേ ഹോമില് പല വില്ലൻസും വരുന്നുണ്ട് എന്നുള്ള കാര്യം നിയാസ്കൊക്കെ അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നു. നിയാസ്ക് എന്നിട്ട് എല്ലാ ട്രെയിലർ, പോസ്റ്റർ, ടീസർ ഇതൊക്കെ ആൾക്കാരൊക്കെ അന്ന് ഫുൾ സ്റ്റോറി ഒക്കെ ഇടായിരുന്നു. അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നിൽക്കായിരുന്നു. ഏതോ സിനിമ ഞങ്ങൾ കാണാൻ പോയപ്പോണ്ട് പെട്ടെന്ന് ഇതങ്ങ് വന്നിട്ട് ഹലോ പീറ്റർ അങ്ങ് വന്ന് നിയാസ്കണ്ട് എന്നെ അങ്ങനെ നോക്കുന്നത്. ഞാൻ പിന്നെ അറിഞ്ഞു പോയിരുന്നു ഓൾറെഡി. ഞാന് ഇതേപോലെ ട്രെയിലർ അതൊരു സിറ്റുവേഷൻ ട്രെയിലർ കാണുന്നേ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, ഈ നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലൊക്കെ നമ്മൾ മൂവി ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരു സാധാരണ മൂവി കണ്ട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ വായിക്കുമ്പോ എന്താ ഇപ്പൊ സംഭവം ഒരു ഇത് കാണുന്ന വെർത്തിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയ സിനിമന്റെ ട്രെയിലറൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കലുണ്ട്. പക്ഷെ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഉണ്ടെങ്കിൽ ഞാൻ ട്രെയിലർ, ആൾക്കാരുടെ റിവ്യൂസ്, അതിന്റെ മീംസ്, ഇന്റർനെറ്റിൽ ഇറങ്ങണ അതിന്റെ ടീസേഴ്സ് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യും. എനിക്ക് ആ ഒരു ബെസ്റ്റ് ഫീലിംഗ് എപ്പോഴും മനസ്സിലായ രോമാഞ്ചം സിനിമ അല്ലേ, സൗബിനും വരൊക്കെ ഉള്ള ആ സിനിമ ഞാൻ എവിടെ എന്താന്ന് കാണാം. എനിക്ക് ആകെ ഈ ഒരു പേരറിയാം, രോമാഞ്ചം. ആദരാഞ്ജലികൾ എന്നുള്ള പാട്ടും അറിയാം. എന്നിട്ട് ഞാൻ ഈ പടം തിയേറ്ററിൽ പോയി കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന്, ഈ ഒരു ഓജാ ബോർഡും സംഭവങ്ങളും വേറെ തന്നെ തീം. എന്നിട്ട് ഞാൻ പടം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഒന്ന് നോക്കി, അതിൽ ഈ ഓജാ ബോർഡിനെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും കാണാതെ പോയി കണ്ട സിനിമ വേറെ എക്സ്പീരിയൻസ് അല്ല. നമുക്ക് സിനിമയിൽ എന്താ വരാൻ പോകുന്നത്, ആരാ കാസ്റ്റ് ഒന്നും അറിയില്ല, മമ്മൂട്ടി ഉണ്ടെന്ന് അറിയാന്നല്ലാതെ. അതെ, അത് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം. മറ്റേ ചില ആൾക്കാർ സിനിമ കാണുകയാണെങ്കിൽ ആദ്യം വരെ ഈ കോൾമി ഷസാം അല്ലെങ്കിൽ ബാക്കിയുള്ള മൂവി വീഡിയോ പിന്നെ എന്താ ഇവര് ജസ്റ്റ് ആ വിഷ്വൽസ് കാണാനാണോ പോകുന്നത്? വീഡിയോ കാണും. റിവ്യൂസിൽ അവർ സ്പോയിലേഴ്സ് ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ആ ഒരു തീമും കാര്യം എന്നൊക്കെ.
രണ്ടാമത് ഇവര് ഈ ട്രെയിലറും ടീസറും മീമും ഒക്കെ കണ്ടിട്ട് ഇവര് പോയിട്ട് സിനിമ കാണും. ഈ ടോപ്പിക് നമ്മള് ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാരും ട്രെയിലറും ഇതും ഇല്ലാതെ സിനിമ പോഡ്കാസ്റ്റിന്റെ ഉള്ളിലെ പോഡ്കാസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ എൻഡ് ചെയ്യുന്നു. ഇനി ഒരു ബാക്കി പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എനിക്ക് ഓർമ്മയില്ല. ഡിവോഴ്സ് ആണോ? ഡിവോഴ്സ് അവരും സന്തോഷം ആഗ്രഹിക്കും. കൾച്ചറൽ സ്റ്റിഗ്മ ഞാൻ പറഞ്ഞു 18 വയസ്സാകുമ്പോഴേക്ക് കുട്ടികള് വീട്ടിൽ നിന്ന് പോകണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ